അത് നിങ്ങൾക്ക് എവറി ഡേ എന്ന് പറഞ്ഞ പോലെ ചെയ്യാം. ഇതാണ് ഇത്രയേ ഉള്ളൂ സോഫ്റ്റ് പ്രൂണിങ്. നമ്മൾ DAP ഇക്കൊല്ലം കിട്ടണമെങ്കിൽ അടുത്ത കൊല്ലം നമ്മൾ നിർബന്ധമായും മണ്ണ് മാറ്റേണ്ടി വരും. ഇല്ലെങ്കിൽ ചെടി വളരില്ല, ചെടി ഇങ്ങനെ ശുഷ്കിച്ചു പോകും. നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്, പിന്നെ അഫോർഡബിൾ ആണ് റേറ്റ്. ഓക്കെ, നനയ്ക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണൊന്നും അടർന്നു പോകും. അതിനകത്ത് കുറച്ച് മണ്ണ് വെച്ചിട്ട് നമ്മൾ ഈ ചെടി അതിലേക്ക് വെച്ച് കൊടുക്കും. കുറേയും ഇതിപ്പോൾ അത് കരിഞ്ഞു പോയ ഇത് പൊടിക്കില്ല. പൊടിപ്പ് വരുന്നത് ഇപ്പോൾ ഇത്രയും കുത്തിയിട്ടതിൽ ഒരെണ്ണത്തിനാണ് പൊടിപ്പ് വരുന്നത്. 2 എണ്ണത്തിന് പിടിച്ചിട്ടില്ല, ബാക്കിയുള്ള 2 എണ്ണം പിടിച്ചിട്ടുണ്ട്. ആ പിടിച്ചത് നല്ലപോലെ ഗ്രോത്ത് ആയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ ഈ റൂട്ട് ഗ്രാഫ്റ്റുകൾ സെറ്റായിട്ട് ആവണുള്ളൂ. ഈ പേര് ഇവിടെ കേടായിരുന്നു, അപ്പം അതിലൂടെ വെള്ളം ഇറങ്ങി നാശാവാതിരിക്കാൻ ഞാൻ വേണ്ടിയിട്ട് ഉരുക്കി വെച്ചിരിക്കണം. ലൈഫ് ഇൻ കേരള ഇന്ന് എത്തിയിട്ടുള്ളത് ഈ കാണുന്ന കടലാസ് പൂക്കളുടെ ലോകം നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. നിങ്ങൾ ഈ കാണുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൂണ്ടലിലുള്ള കടലാസ് പൂ എന്ന ഗാർഡനാണ്. നമുക്ക് ഈ നഴ്സറിയുടെ വിശേഷങ്ങളും ഈ കാണുന്ന ചെടികളുടെ എല്ലാം വിലകളും ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സാർ നമസ്കാരം. മാഡം നമസ്കാരം. നിങ്ങളൊന്ന് പരിചയപ്പെടുത്താവോ? ഇത് ആദ്യം തന്നെ കടലാസ് പൂവിലേക്ക് എല്ലാ നിങ്ങൾ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനും വീണ്ടും സ്വാഗതം. ഞാൻ പ്രിയ ഡയസ്. ഞാൻ 2 പേരും ചേരുമ്പോൾ കടലാസ് പൂ. രണ്ടുപേരും കൂടി ചേരുമ്പോഴാണ് കടലാസ് പൂ ആവുന്നത്. അതായത് പുള്ളിയുടെ ആശയവും എൻ്റെ എഫേർട്ടും, രണ്ടാളുടെ എഫേർട്ട് ഉണ്ടെങ്കിലും പുള്ളിയുടെ ആശയങ്ങളാണ് ഇതിൽ കൂടുതൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് തന്നെ കടലാസ് പൂ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. കടലാസ് പൂ ദ ബോഗൻവില്ല. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ചൂണ്ടൽ, തൃശ്ശൂർ ജില്ലയിലെ ചൂണ്ടൽ എന്ന സ്ഥലത്താണ്. അതായത് തൃശ്ശൂർ കുന്നംകുളം റൂട്ടിലെ കേച്ചേരിക്കും ചൂണ്ടലിനും ഇടയിൽ, കേച്ചേരിയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോകുമ്പോൾ കേച്ചേരിയിൽ നിന്ന് 3 കിലോമീറ്ററും കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് പോകുമ്പോൾ ചൂണ്ടലിൽ നിന്ന് 2 കിലോമീറ്ററും കഴിഞ്ഞ് കഴിഞ്ഞാൽ നയാര പെട്രോൾ പമ്പുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്നത്. അതായത് കുന്നംകുളത്ത് നിന്ന് പോകുമ്പോൾ ചൂണ്ടൽ കഴിഞ്ഞ് 2 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇടത് വശത്ത് നയാര പെട്രോൾ പമ്പ്, അതിന് നേരെ ഓപ്പോസിറ്റും. തൃശ്ശൂരിന് കുന്നംകുളത്തേക്ക് പോകുമ്പോൾ കേച്ചേരി കഴിഞ്ഞ് 3 കിലോമീറ്റർ കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നയാര പെട്രോൾ പമ്പ്, അതിന് നേരെ ഓപ്പോസിറ്റുമാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇതിപ്പോ എത്ര വർഷമായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്? ഞങ്ങളുടെ 2ാമത്തെ വർഷമാണ് ശരിക്കും ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ വീട്ടില് കളക്ഷൻസ് ആയിരുന്നു. അവിടെ നമ്മളൊരു 70 വെറൈറ്റി ആയപ്പോൾ നമുക്ക് വെക്കാൻ സൗകര്യം ഇല്ലാണ്ടായപ്പോഴാണ് നമ്മുടെ തന്നെ സ്വന്തം സ്ഥലമാണത്. ഒരു 7 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ 3.5 ഏക്കറും നമ്മൾ ഇത് തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത് ഫുള്ള്. ഇപ്പോൾ ബാക്കിലും അതിലും എല്ലാം നമ്മൾ ഇത് തന്നെയാണ്. ബോഗൻവില്ല മാത്രമാണ്. പ്രസന്റ്ലി ഞങ്ങളുടെ കയ്യിൽ 350+ വെറൈറ്റീസ് ഉണ്ട്. 350 മുകളിലുണ്ട്, 350 മേലെയുണ്ട്. അതെ, ഞാൻ മാഡത്തിന് നേരത്തെ ചോദിച്ചപ്പോഴത്തേക്ക് മാഡം പറഞ്ഞു ഇത് ഒരു ഹോബി ആയിട്ട് തുടങ്ങി, അതിനുശേഷമാണ് ഈ നഴ്സറി ഇങ്ങനെ ആയതെന്ന് പറഞ്ഞു. അതാണ് സത്യം. കാരണം എന്താ വെച്ചാൽ ഞങ്ങള് വീട്ടിലായിരുന്നു ഇതിന്റെ തുടക്കം. വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്ത് ഇതൊക്കെ ചെയ്തപ്പോൾ ഈ പ്ലോട്ട് കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ അവിടെയാണെങ്കിൽ എക്സസ് ആയി, കൂടുതൽ പ്രൊപ്പഗേഷനൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ നമ്പർ ഓഫ് പ്ലാന്റ്സ് ആയി. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാന്നുള്ള അർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇതിനൊരു ചെറിയ മാർക്കറ്റും കൂടെ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ നമ്മളതൊരു ഗാർഡനായിട്ട് അങ്ങനെ ഈ സ്ഥലം ഒരു ഗാർഡനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തത്. അതായത് നമ്മുടെ എക്സസ് വരുന്ന ചെടികൾ മുഴുവൻ ഈ ഒരു 3.5 ഏക്കർ മൊത്തം വ്യാപിപ്പിച്ചുകൊണ്ട് ഇതിനൊരു ഗാർഡൻ സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനും ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തത്. മാത്രമല്ല ഈ സ്ഥലം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കിട്ടും. ഹൈവേ ആണ്, തൃശ്ശൂർ കുന്നംകുളം ഹൈവേ ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു അകലന്നേ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണത്. ഇത് നമുക്ക് മാത്രമല്ലല്ലോ ആസ്വദിക്കാൻ കഴിയുന്നത്, ഇതുവഴി പോകുന്ന ആരായിരുന്നാലും ഒന്നും ഇതുവഴി നോക്കിയിട്ടേ പോകത്തുള്ളൂ. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം ഞങ്ങളിതിൽ എത്രമാത്രം ആസ്വദിക്കുന്നുണ്ടോ എന്നതുപോലെ തന്നെ ഇതിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാരും അതിലുപരി ഇതിനെ സന്തോഷം കണ്ടെത്തുന്നതിന് പരിപൂർണമായിട്ട് ബോധ്യമായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടങ്ങിയ ശേഷം അനേകം ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരികയും ഇതിൽ നിന്ന് വീഡിയോ, റീൽസ്, അതുപോലെ തന്നെ കുറച്ചു നേരം ഇരുന്ന് വെറുതെ ഇരുന്ന് സംസാരിക്കാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ആസ്വദിച്ചു പോകാനായിട്ട് ആൾക്കാർ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾ അതില് വളരെയധികം സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണ്. അതെ, അതിന്റെ ഉദാഹരണമാണ് ഇവിടെ ഒരു സെൽഫി പോയിന്റ് ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സെൽഫി പോയിന്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചിലപ്പോ സെൽഫി പോയിന്റ് ഇപ്പോ
ഈ റോഡ് പണി ആയതുകൊണ്ട് ആൾക്കാർ കയറാൻ കുറച്ച് ബുദ്ധിമുട്ട്, കുറച്ച് വളഞ്ഞിട്ട് വരണം കൊണ്ട് ഇതിനായിട്ട് വരുന്നില്ല. ചെടി വാങ്ങാൻ വരുന്നവരാണ് വരുന്നത്. ഞങ്ങള് ഈ പാലം പണി ഇപ്പൊ തീരും, ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഈ റോഡ് ഓപ്പൺ ആവും. May 20th ഇത് ഓപ്പൺ ആവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആവുന്നു വിചാരിക്കണു. അപ്പോൾ ആ സെൽഫി പോയിന്റ് ഒന്നുകൂടി ഞങ്ങൾ ഒന്നുകൂടി നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ വർഷം ഒത്തിരി പേര് സെൽഫിയും റീൽസും എടുക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെച്ചാൽ അവര് വേണമെന്ന് വെച്ചിട്ടല്ല, അറിയാതെ അവരുടെ ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉടക്കി ചെടികൾ നാശാവുമായിരുന്നു, കമ്പ് പൊട്ടി പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ അതിന് അവർക്ക് വേണ്ടി ഒരു സ്പോട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് കംപ്ലീറ്റ് പൂക്കളും അതിനകത്ത് പെടും. കുറച്ച് ഉയരത്തിലാണല്ലോ ഇരിക്കുന്നത്. അത് മാത്രമല്ല ഈവനിങ്ങിൽ ഇവിടെ ഒരു നല്ലൊരു സൺസെറ്റിന്റെ ഏരിയ ആണ് അത്. ഭയങ്കര ഒരു ചുവന്ന വലിയ സൂര്യനെ കണ്ട് ആസ്വദിക്കാനും ഈ വശം കംപ്ലീറ്റ് ആ സമയത്ത് ഒരു റെഡിഷ് കളർ ആയിരിക്കും. ചെടികളുടെ മുകളിൽ സൺറൈസ് വീഴുമ്പോഴത്തേക്ക് ലൈറ്റ് ഇങ്ങനെ പ്രകാശിക്കുന്നു ഒരു 5:30 to 6:30 വരെ. അപ്പൊ അത് നല്ല ഭംഗിയാണ്. അത് അതിനേക്കാളും ഭംഗിയാണ് ഇതിന്റെ ബാക്ക് വശം, പിൻവശം കാണാനായിട്ട്. അവിടെയും ഒരു പോയിന്റ് നമ്മൾ സെൽഫി പോയിന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഞങ്ങള് ഒത്തിരി മാരേജിന്റെ ആൾക്കാര്, വെഡിങ്, ബർത്ത്ഡേ, അതുപോലെ തന്നെ ഇവന്റ്സിന്റെ ആൾക്കാർ വന്ന് ഒരുപാട് വീഡിയോസ് എടുത്ത് വരുന്നുണ്ട്. നമ്മള് പിന്നെ ഷോർട്ട് ഫിലിം പോലെ ബുദ്ധിമുട്ടിക്കാറില്ല അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു. ഷോർട്ട് ഫിലിംസ്, റീൽസ്. അപ്പോൾ ഇതൊരു ബിസിനസിനെക്കാളും എല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്ന ഒരു ഇടമാക്കി മാറ്റുകയാണ്. കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. അതെ. ഇതിപ്പോ നമുക്ക് എത്ര ഏക്കറിലാണ് ഇത് ഇവിടെ ഉള്ളത്? ഇത് ഞങ്ങൾക്ക് മൊത്തം ഇവിടെ 7.5 ഏക്കർ സ്ഥലമുണ്ട്. 7.5 ഏക്കറിലാണ്. അതിൽ 4 ഏക്കർ വയലാണ്. അത് നെൽകൃഷി ചെയ്യുന്നുണ്ട്. ബാക്കി 3.5 ഏക്കർ ഫുള്ള് ഈ ബോഗൻവില്ല തന്നെയാണ് ചെയ്യുന്നത്. വേറെ കൃഷി കാര്യങ്ങൾ താല്പര്യമുള്ള ആളാണോ? അതെ, കൃഷിയുമായിട്ട് എനിക്ക് മുതലമടയിൽ എനിക്ക് മാവിൻ തോട്ടമുണ്ട്. മാവിന്റെ കൃഷി ചെയ്യുന്നുണ്ട്. അത് വർഷങ്ങളായിട്ടുള്ളതാണത്. അപ്പൊ കൃഷിയുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ഞങ്ങൾക്ക് നെൽവയല് പാരമ്പര്യമായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. പിന്നെ ഞാൻ വാനില കൃഷി ചെയ്തിരുന്ന ആളാണ്. വാനില കൃഷി ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വിട്ട് ഞങ്ങള് ഗൾഫിൽ പോയി. പിന്നെ അവിടെ കുറച്ചു കാലം 18 വർഷം അവിടെ സെറ്റിലായി. നാട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ഇപ്പൊ ഇവിടെ നമ്മള് എന്തായാലും നമ്മള് കൃഷിയുമായി സഹകരിച്ചുകൊണ്ട് താല്പര്യപ്പെട്ടുകൊണ്ട് വന്ന ആൾക്കാരാണ്. അപ്പൊ പിന്നെ ഇതാവട്ടെ. അപ്പൊ ഇനിയും പല രീതിയിലുള്ള കൃഷികളും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ബാക്കില്. കാലവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് 31 വരെ ഞങ്ങൾ അവധിയായിരിക്കും ഇവിടെ. കാരണം എന്താ വെച്ചാല് മഴക്കാലാണ്. ഫ്ലവറിംഗ് അല്ല, അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ ചെടികളിനെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുമ്പോഴാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്നത്. ആ പ്രൂണിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെടിയുടെ ഗ്രോത്തിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യാണ് ചെയ്യണത്. അവർക്ക് വളരാനും ഒരു സമയം കൊടുത്താലേ നമുക്ക് അടുത്ത സീസണിലേക്ക് ചെടി ഉണ്ടാവുള്ളൂ. വലിയ ചെടികളിൽ നിന്ന് കട്ടിങ്സ് എടുക്കണ്ടേ, അതിന് ചെടി വേണ്ടേ. അപ്പൊ പരമാവധി നമ്മള് ഈ കാലവർഷം തുടങ്ങി കഴിഞ്ഞാൽ ജൂൺ 1-ാം തീയതി കാലത്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ അന്ന് മുതൽ ലോക്ക്ഡ് ആയിരിക്കും, സ്റ്റോപ്പ് ആയിരിക്കും. എന്തായാലും ഓഗസ്റ്റ് 31-ാം തീയതി വരെ. അങ്ങനെ ഞങ്ങളുടെ ഒരു 3 months. അപ്പൊ ഈ ടൈമിൽ സെയിലും ഉണ്ടാവില്ല. സെയിൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇതിന് പരിപൂർണമായി ഫ്രീ ആക്കി വിടും. ഇത് വളരാൻ മാക്സിമം വളരാനായിട്ട്. പിന്നെ വേറൊരു റീസണും കൂടെ ഉണ്ട്. നമ്മൾ ഈ ചെടികള് നല്ല മഴയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്ത് നിലത്ത് വെക്കാനൊക്കെയാണ് അധികം ആളുകൾ ആ സമയം ചൂസ് ചെയ്യുക. അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ മഴയില് ഇതിന്റെ വേരുകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തേല് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോ തന്നെ ചെടിക്ക് ഒരു ട്രാൻസ്ഫറൻസ് ഷോക്ക് ഉണ്ടാവും. കൂട്ടത്തിൽ അവര് നിലത്തൊക്കെ വെക്കും കൂടെ ആണെങ്കിൽ വെള്ളത്തിന്റെ ആധിക്യം കൂടുതലല്ലേ ആ സമയത്ത്. അപ്പൊ അതിന്റെ റൂട്ട്സിന് ചീച്ചലോ ഫംഗൽ ഇൻഫെക്ഷനോ വരാം. അത് കാരണം കൊണ്ട് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ടർ വെറൈറ്റീസിലാണ്. അപ്പൊ അതിന്റെ വേരുകൾ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് വേരുകളാണ്. ഇന്ത്യൻ വെറൈറ്റീസ് കുഴപ്പമില്ല, മണ്ണിൽ നട്ടുകൊണ്ട് അല്ലെങ്കിൽ മഴ കൊണ്ടുകൊണ്ടൊന്നും അത് നമ്മുടെ ക്ലൈമറ്റുമായി യോജിച്ചു. പക്ഷെ ഇത്തരം സാധനങ്ങളൊന്നും ക്ലൈമറ്റുമായിട്ട് യോജിച്ചിട്ടില്ല. അപ്പൊ അതുവരെ വെള്ളം കൂടുന്നത് അവർക്ക് അഭികാമ്യമല്ല. ഇതിന് നന കുറച്ച് മതി, കുറച്ചേ വേണ്ടൂ. പക്ഷെ ഇപ്പൊ തന്നെ ഞങ്ങൾ ബാക്കിൽ കണ്ടാണ് ഒരു ചട്ടിയില് ഇന്നലെ നനച്ചപ്പോ വെള്ളം കുറച്ച് കെട്ടി നിൽക്കുകയാണ്. ഇന്നലെ നനച്ചപ്പോ അത് ചട്ടിയിലെ അടിയിലത്തെ പൊത്ത് അടഞ്ഞു. അപ്പൊ കെട്ടി നിൽക്കുമ്പോ എന്താണെന്ന് വെച്ചാൽ ആ ചെടി വാടി. കാരണം അടിയിൽ ചീച്ചിൽ വന്നു, വേരിന് ചീച്ച് ഫംഗസ് വന്നു. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ടോ?
ഓൺലൈൻ സർവീസ് ഇല്ല, കൊറിയർ സർവീസ് ഇല്ല. ഞങ്ങൾ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. അതിന് പല പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ്, ടെക്നിക്കൽ പല പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അത് നിർത്തി വെക്കാൻ കാരണം. അത് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ട് ആയി തുടങ്ങി, ഞങ്ങൾക്കും അതിലുവരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞങ്ങളത് നിർത്താനുള്ള കാരണം. ഞങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്ത് ഇപ്പോൾ പാർട്ടി പറയണം, നല്ല പാർട്ടി പറയണം, ഞങ്ങൾക്ക് ഇത്ര ചെടി വേണമെന്ന് പറയണമെങ്കിൽ ഞങ്ങൾ അതിനുള്ള സംവിധാനങ്ങളുണ്ട്, എത്തിച്ചു കൊടുക്കാൻ സംവിധാനങ്ങളുണ്ട്. സംവിധാനം എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് നിങ്ങൾ എത്തിച്ചു കൊടുക്കും. അങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ പെറ്റ്സ് വണ്ടിയിൽ കയറ്റി കൊടുക്കും. പെറ്റ്സ് വണ്ടിയിൽ കയറ്റി കൊടുക്കുമ്പോൾ അത് പാർട്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ ചെയ്യുള്ളൂ. രണ്ടായാലും പാർട്ടിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ട്രാൻസ്പോർട്ടേഷൻ. കസ്റ്റമർ ഓരോ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ചെടികൾ എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ചെടിയുടെ വിലകൾ പറയാത്തതിന് കാരണമുണ്ട്. കാരണം വെച്ചാല് നമ്മളുടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ചെടി 50 രൂപയിൽ തന്നെ തുടങ്ങുന്നത്, 50 രൂപയില്. പക്ഷെ അത് എല്ലാ വെറൈറ്റിയും അല്ല. അത് ആളുകള് വീഡിയോ മുഴുവൻ കാണുകയോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുകയോ ചെയ്യാതെ ഏറ്റവും വില കൂടിയ വെറൈറ്റി 50 രൂപയിൽ ചോദിക്കും. അത് ഞങ്ങളെ ഹേർട്ട് ചെയ്യണതിന് തുല്യാണ്. ഒത്തിരി ആൾക്കാരുണ്ട്, ചോദിച്ചു വന്നിട്ടുണ്ട് ഇവിടെ, ഫോണിൽ വിളിച്ചിട്ട് അനാവശ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതെ, നിങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ, അതായത് വീഡിയോ അവർ കംപ്ലീറ്റ് കേട്ടില്ല. ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഏറ്റവും പുതിയ വെറൈറ്റികൾ 50 രൂപയിൽ കിട്ടുന്ന ഒരാളോടും പറഞ്ഞിട്ടില്ല. ന്യൂ മോഡൽസ് 50 രൂപയ്ക്ക് എന്തുകൊണ്ട് നിങ്ങൾ തരുന്നില്ല? നിങ്ങൾ എന്തിനു വീഡിയോയിൽ പരസ്യം ചെയ്തു? എന്തിനു നിങ്ങൾ അങ്ങനെ കസ്റ്റമർ മിസ്ഗൈഡ് ചെയ്തു? അതുപോലെ വേറൊരാള് ചോദിച്ച ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചെടികൾ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് തീരും. കാരണം അത് വാങ്ങിക്കൊണ്ടുപോകും. പ്രത്യേകിച്ച് മഹാറാണി അങ്ങനത്തെ വെറൈറ്റി ഒക്കെ നമ്മള് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇറക്കുമ്പോഴത്തേക്കും അത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും. അങ്ങനെയാണ്. അപ്പൊ ഒരാൾ ചോദിച്ചതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ചെടി ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അത് വീഡിയോയിൽ പറയണേന്നാ ചോദിച്ചത്. നമ്മളുടെ കയ്യിൽ ചെടി ഉണ്ട്, അത് പ്രൊപ്പഗേറ്റ് ഇവിടെ എത്തുമ്പോഴേക്കും ആളുകൾ മേടിച്ചോണ്ട് പോയതാ. കാണിക്കാൻ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. വരുന്നവര് കാണാൻ വരുന്നവര് ഇത് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു കൊടുത്തേ പറ്റുമോ? അപ്പൊ നമ്മൾ എടുത്തു കൊടുക്കും, അത് സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. അപ്പൊ അദ്ദേഹം സ്വാഭാവികമാണ്. വീഡിയോയിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്, എന്നിട്ട് എന്താ ഇല്ലാത്തതെന്ന്. അദ്ദേഹം വീഡിയോ അപ്ലോഡ് ചെയ്തതിന് കുറെ ദിവസത്തിന് ശേഷമാണ് വിളിക്കുന്നത്. അതെ, വീഡിയോ യൂട്യൂബിൽ കിടക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആൾക്കാർ കാണുക. അപ്പൊ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ല പ്രേക്ഷകർ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്, ഒരു കാരണവശാലും 50 രൂപയ്ക്ക് കിട്ടുന്ന ചെടി ഏറ്റവും ന്യൂ വെറൈറ്റി അല്ല കിട്ടും എന്ന് വിചാരിക്കരുത്, തെറ്റായി ധരിക്കരുത്. അത് പ്രത്യേകം ഞങ്ങളോട് ഇൻഡിക്കേറ്റ് ചെയ്യാണ്. ചില 50 രൂപയ്ക്ക് കിട്ടുന്ന വെറൈറ്റികൾ ഉണ്ട്, ഇല്ലാന്ന് പറയണില്ല. നാടനല്ല, അത് ഹൈബ്രിഡുകൾ തന്നെയാണ്. അതെ, പക്ഷെ അത് ഓൾഡ് വെറൈറ്റികളാ. അതായത് കുറച്ച് നാളായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ള ചെടികളാണ്. പുതുതായി വരുന്ന ചെടികളിലാണ് ഞങ്ങൾ 50 രൂപയ്ക്ക് ചെടികൾ കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ഇവിടെ അടുത്തുള്ള നേഴ്സറിക്കാർ മുഴുവൻ ഞങ്ങൾക്ക് എതിരായിട്ട് പ്രൊപ്പഗണ്ട വെറുതെ പറയാണ്, അതാണ് ഇതാണ് ഞങ്ങളെ പറ്റി അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും അവരടിച്ചിറക്കി. നമ്മളതിലൊന്നും ഭയപ്പെടുന്ന ആൾക്കാരല്ല. നമ്മളിപ്പോഴും പറയണു 50 രൂപ ചെടി ഞങ്ങളിലുണ്ട്. 50 രൂപ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഞങ്ങളുടെ 100 രൂപയാണ്. മനസ്സിലാണ്. ഇത്തരം ചെടികളെല്ലാം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് വെറൈറ്റീസ് ആണ്. ഇതെല്ലാം 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത്തരം ചെടികൾ ഇതൊക്കെ ചോക്ലേറ്റ് ബ്രൗൺ ഇതെല്ലാം ഈ കാണുന്നതെല്ലാം 100 രൂപയാണ്. ഈ ചെടി സൈസിൽ കാണുന്നതെല്ലാം 100 രൂപ. ഇതൊക്കെ അത് തന്നെയാണ്. ഇത്തരം സൈസുകളെല്ലാം 100 രൂപയാണ്. ഇതെല്ലാം ഒരുവിധം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ചെടികളാണ്. അതെ, ഇതെല്ലാം 100 രൂപയ്ക്ക് കൊടുക്കുന്നതാണ്. ചില്ലിയല്ലോ അല്ലേ? ചില്ലിയല്ലോ. ഇതൊക്കെ 100 രൂപയുടെ ചെടികളാണ്. പിന്നെ ഇതിൽ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. ഇപ്പൊ പൂവില്ലാതാന്ന് വെച്ചാൽ ആൾക്കാർ ഏറ്റവും വില കുറഞ്ഞ ചെടികളാണ് എടുത്തുകൊണ്ട് പോകുന്നത്. നമ്മൾ നേരം എടുക്കുമ്പോൾ പൂവുണ്ടാവുമ്പോൾ പൂവുള്ളത് മുഴുവൻ ആൾക്കാർ പറിച്ചുകൊണ്ട് പോകണം. അതിന് കാരണം എന്താണെന്ന് വെച്ചാല്, ഒരു സമയം വരെ പൂവുള്ളത് ഇവിടെ ഇരിക്കുള്ളൂ. ആൾക്കാർ ഓടി വന്ന 50 രൂപയുടെ വരുന്നവരെല്ലാവരും ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും ആരായാലും വില കുറഞ്ഞ ഒരു ചെടിന്ന് എല്ലാവരും വാങ്ങുക. അതേ ഇപ്പൊ ആ ചെടി കാണിച്ചിട്ട് അതിന് ചെറുതുണ്ടോ ചോദിക്കും. ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് ഞാൻ അത് വാങ്ങിക്കുള്ളൂ. അവരെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് കൊണ്ടുവരാന്നാണ് ഞങ്ങളും എല്ലാവരും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പൂവുള്ള ചെടികൾ ഇവിടെ കാണാത്തത്. പൂവുള്ള ചെടികൾ മുഴുവൻ അങ്ങനെ എടുത്തു. ഇതില് ഒരു 15-20 വെറൈറ്റീസ്. ഈ ചെടി കെലീസ എന്ന് പറഞ്ഞ ചെടിയാണത്. അത് പിങ്ക് ഗ്ലോ എന്ന് പറയുന്ന ചെടിയാണ്. ഇത് സിൽവർ റിബൺ എന്ന് പറഞ്ഞ ചെടിയാണ് 50 രൂപയുടെ. ഇത് ജ്വൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. വെറൈറ്റികൾ ഇതിനകത്തുണ്ട്. ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോയിട്ട് ഇത് നടേണ്ട രീതിയും
ഇതിനെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്ത് നിർത്തേണ്ടതും ഇതെല്ലാം നമുക്കൊന്ന് വീഡിയോയിൽ പറഞ്ഞു കൊടുക്കാമല്ലോ. തീർച്ചയായും പറഞ്ഞു കൊടുക്കാം. അത് റിപ്പോർട്ടിങ്ങും എന്താണ് വളം ചേർക്കുന്നത്, എങ്ങനെയാണ് നനയ്ക്കേണ്ടത്, എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. അതിലുപരി ഇതിൽ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ചെടികളും ഞങ്ങളുടെ ഓൺ കളക്ഷൻസ് ആണ്. ഞങ്ങൾ തന്നെ മദർ പ്ലാന്റ്സ് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ചെടികളാണ്. ബോഗൻവില്ലയിലെ എസ്പെഷ്യലി ഹൈബ്രിഡ് വെറൈറ്റികളുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അവർക്ക് പ്രൊപ്പഗേഷൻ റേഷ്യോ ഭയങ്കര കുറവാണ്. നമ്മൾ നൂറുകണക്കിന് ചെടികൾ വയ്ക്കുമ്പോൾ നമുക്ക് വളരെ കയ്യിലെണ്ണാവുന്ന ചെടികളാണ് റൂട്ടഡ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ടെക്നിക്ക് ഒന്നുകിൽ റൂട്ടഡ് ആക്കാം, അതല്ലെങ്കിൽ ലെയറിങ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്യാം. ഈ 3 ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സീഡ്സ് ഒന്ന് ജെർമിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഈ 4 മെത്തഡ്സാണ് ഉള്ളത് പൊതുവെ. അതിലെ 3 എണ്ണം നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഈ റൂട്ടിങ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം, അത് എല്ലാത്തിനും പിടിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ കട്ടിങ്സ് നമ്മളത് ഒത്തിരി എണ്ണം നമ്മൾ വെറും മണ്ണിലാണ് റൂട്ട് പിടിക്കാനായിട്ട് കുഴിച്ചിടണ്ടേ. അല്ലെങ്കിൽ മറ്റേ ഇതില്ലേ കമ്പോസ്റ്റിൻ്റെ മിക്സും മണ്ണും കൂടിയിട്ടുള്ളത് ചെയ്യാം. അല്ലാതെ വളമില്ലാത്ത മണ്ണാണ് റൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കുഴിച്ചിടുക. അപ്പോൾ നമ്മൾ ഇല വന്നാലും ചിലപ്പോൾ റൂട്ട് പിടിക്കണമെന്നില്ല, പൂ വന്നാലും ചിലപ്പോൾ റൂട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കുറേ എണ്ണം കുഴിച്ചിട്ട് കഴിയുമ്പോൾ അതിൽ ചിലപ്പോൾ പൂവും ഇലയൊക്കെ വന്നിട്ടുണ്ടാവും, പക്ഷെ അതിനകത്ത് റൂട്ട് കാണണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ റൂട്ടഡ് ആയിട്ടുള്ള ചെടികൾ നമ്മൾ വീണ്ടും റീപോർട്ടിങ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവറിലേക്കല്ല വയ്ക്കുക, നേരെ 5 ഇഞ്ചിൻ്റെ ചട്ടികളിലേക്കാണ് നമ്മൾ വയ്ക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ചെയ്യുന്ന മണ്ണിനെ ഒരു പ്രപ്പോർഷനിൽ നമ്മളത് മിക്സ് ചെയ്ത് വെക്കുന്നതാണ്. മണലാണ് ഏറ്റവും നല്ല അടുത്ത കണ്ടന്റ്, പക്ഷെ അത് മണൽ നമുക്ക് അവൈലബിൾ അല്ല, ഇത്രയധികം ചെടികൾക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഉമിയാണ്. നെല്ല് കുത്തിയ ഉമി ഉണ്ടല്ലോ, ഉമിയാണ് ഉപയോഗിക്കുന്നത്. ഉമി, അതിൻ്റെ ഒപ്പം തന്നെ എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, പിന്നത്തെ അടുത്ത മെയിൻ ആയിട്ടുള്ള സാധനം കോഴിക്കാഷ്ടമാണ്. കോഴിക്കാഷ്ടം നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് ചേർത്ത മണ്ണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറച്ച് നാൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. എന്ന് വെച്ചാൽ ഇതിലുള്ള ഈ സാധനങ്ങൾ നല്ല ചൂടുള്ള സാധനങ്ങളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ആ ചൂടിലേക്ക് നമ്മൾ പെട്ടെന്നൊരു ചെടീനെ വെക്കുമ്പോൾ ചെടിയുടെ റൂട്ടിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നാൾ മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ അത് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ കൂളായിട്ടുണ്ടാവും. ആ പോട്ടിംഗ് മിക്സിലേക്കാണ് നമ്മൾ ഈ പ്ലാന്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പാകത്തിന്, അതായത് വളരെ ആവശ്യം വെള്ളം മാത്രം കൊടുത്തിട്ട് നോക്കുകയാണെങ്കിൽ അത് ഏത് ടൈമിൽ ചെയ്യണം. നമ്മൾ നനയ്ക്കാനായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നതും ആയ സമയം ഈവനിങ് ആണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈവനിങ്ങിൽ നമ്മൾ നനയ്ക്കുമ്പോൾ പിന്നീട് സൺസെറ്റാണ്. സൺസെറ്റ് ചെയ്യുമ്പോൾ ഈ വെള്ളം അതിനകത്ത് കുറച്ച് നേരം റിമെയിൻ ചെയ്യും. അപ്പോൾ ആ മണ്ണിനൊരു നനവുണ്ടാവും, മോയ്സ്ചേർഡ് ആയിരിക്കും. രാവിലെ ചെടികൾ അവരുടെ ഫോട്ടോസിന്തസിസ് തുടങ്ങുമ്പോൾ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം അവർക്ക് കിട്ടും. അതേസമയം നമ്മൾ പകല് നനയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ നനച്ച ഉടനെ തന്നെ ഭയങ്കര ഇത്രയും വെയിലാണ് ഇരിക്കുന്നത്, ഒരു മറ പോലും ഇല്ലാത്ത വെയിലായിരിക്കുന്നത്. അന്നേരം ഇവോപ്പറേഷൻ റേറ്റ് കൂടുതലാണ്. അപ്പോൾ വെള്ളം വേഗം തന്നെ വലിഞ്ഞു പോവും, ഇവോപ്പറേറ്റ് ചെയ്ത് പോവും. അങ്ങനെ ഇവോപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇതിനകത്ത് ചെടികൾക്ക് അത് യൂസ് ചെയ്യാനുള്ള ടൈം, അല്ലെങ്കിൽ ചെടികളിൽ അത് ഇഫക്റ്റ് ചെയ്യുന്ന ടൈം കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈവനിങ് പ്രിഫർ ചെയ്യണേ. മോർണിംഗ് നനച്ചതുകൊണ്ട് ചെടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ഈവനിങ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ടൈമിങ്. എനിക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ളതും അത് തന്നെയാണ്. ഈ നമുക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ബൊഗൈൻവില്ലയ്ക്ക് നല്ല വെയിൽ വേണമെന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്തിട്ട് നേരെ വെയിലത്ത് വെക്കുകയാണ്? അല്ല, റീപോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സത്യത്തിൽ നാച്ചുറലി തന്നെ ഷെയ്ഡഡ് ഏരിയ ഉണ്ട്. ആ ഭാഗം ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം. അത് തെങ്ങാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഷെയ്ഡ് അവിടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടൊരു ഷെഡിനകത്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. സെമി ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിലാണ് വെക്കുക. അത് കഴിഞ്ഞ് അവിടെ നിന്ന് സെറ്റ് ആവാനുള്ളതൊക്കെ ശരിയായി കിട്ടും, പോവാനുള്ളത് പോവുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫുൾ സൺലൈറ്റിലേക്ക് അവരെ കൊണ്ടുവരുള്ളൂ. നമ്മൾ റീപോർട്ട് ചെയ്തതിന് ശേഷം എത്ര കാലം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ? അതൊരു 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കറിയാം പോവാനുള്ളത്
പോയിരിക്കും. അതിനുശേഷം അത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെടുത്ത് അതെ, നമുക്ക് തിരിച്ച് സൺലൈറ്റിലേക്ക് മാറ്റാം. സൺലൈറ്റിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ കുറച്ചൊരു ക്ഷീണം അവർ കാണിക്കും. പെട്ടെന്ന് തന്നെ അവർ വന്ന് ഫുൾ 6 to 8 hours എങ്കിലും നല്ല സൺലൈറ്റ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് താങ്ങുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ 1-2 ദിവസമൊക്കെ അവർ ക്ഷീണം കാണിക്കും. പക്ഷെ കുഴപ്പമില്ല, അവർ പിടിച്ചു പോരും. വരാനുള്ളതൊക്കെ വരും, വരാനില്ലാത്തത് പോവുക തന്നെ ചെയ്യും. അത് ആ ഒരു പ്രൊപ്പഗേഷനാണ് ഇതിന്റെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള, അല്ലെങ്കിൽ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്ര കാലം വേണോ നിൽക്കുകയും ചെയ്യും. അതെ, പെരിനിയലാണ്, ഒത്തിരി വർഷങ്ങൾ നിൽക്കുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന് വരുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സാധനം ഇതാണ്, എന്താ പറയാ, റൂട്ടിന് വരുന്ന ഫംഗൽ ഇൻഫെക്ഷനാണ്. ഇലയ്ക്ക് വന്നാൽ പിന്നെയും ഇല കൊഴിഞ്ഞു പോയി, അല്ലെങ്കിൽ ആ ഭാഗം ഒന്നും ഇതുപോലെ കണ്ടിച്ച് കളഞ്ഞാൽ അടുത്ത ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മുകുളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വരും. പക്ഷേ ഇലയുടെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷെ റൂട്ടിന് വന്നത് നമ്മൾ പെട്ടെന്ന് അറിയില്ല, മണ്ണിനടിയിലല്ലേ. അപ്പോൾ റൂട്ടിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടിക്ക് പെട്ടെന്ന് അത് ഡ്രൂപ്പ് ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞാൽ അത് കേടാവും. അപ്പോഴത്തേക്ക് തന്നെ നമ്മളത് മാറ്റി അതെന്താണെന്ന് കണ്ടുപിടിച്ചാൽ അവരെ നമുക്ക് സേവ് രക്ഷപ്പെടുത്തിയെടുക്കാം. ഇനി മേഡം, നമുക്ക് ഇതിന്റെ റീപോർട്ടിങ്ങും ഇതിന്റെ പ്രൂണിങ്ങും ഒന്ന് ജസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് പിന്നീട് ഒന്ന് പറഞ്ഞു തരാമല്ലോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാലേ ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാകും, ഇതെങ്ങനെയാണ് നഴ്സറിയിൽ ഇത്രയും മനോഹരമായിട്ട് നിൽക്കുന്നത്, നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് ഇത്രയും ഭംഗി വരുന്നില്ല. പ്രൂണിംഗ് എന്ന് പറയുന്നതിന് 2 പ്രൂണിംഗ് ഉണ്ട്. ഒന്ന് സോഫ്റ്റ് പ്രൂണിംഗ്, അത് നിങ്ങൾക്ക് എവറി ഡേ എന്ന് പറഞ്ഞ പോലെ ചെയ്യാം. ഇതാണ്, ഇത്രയേ ഉള്ളൂ സോഫ്റ്റ് പ്രൂണിംഗ്. ആദ്യത്തെ ഒരു 2 ഇല 3 ഇല നമ്മൾ നുള്ളി കളഞ്ഞാൽ അടുത്ത ബ്രാഞ്ചുകളെല്ലാം ഇതിന്റെ ഉള്ളിൽ നിന്നാണ് വരിക. അപ്പോൾ ഇത് നല്ല ബുഷിയായി, നല്ല കുട പോലെ ആക്കുന്നതിന് കുറച്ച് എഫേർട്ട് ഉണ്ട്. വെച്ചാൽ അത് ആ പോയിന്റുകളിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. അത് ഇങ്ങനെ ആയി കഴിയുമ്പോൾ ചെടി വലുതാവും. വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഇയർലി വൺസ് നമ്മൾ അതിനെ നല്ല ഡീപ്പായിട്ട് തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കും. ഡീപ്പായിട്ട് പ്രൂൺ ചെയ്യാൻ നമുക്ക് എത്ര ഹൈറ്റ് വേണം, എത്ര ഇത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ ലെവലിൽ വെച്ച് അതിനെ പ്രൂൺ ചെയ്ത് സെറ്റാക്കി കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ അത് നല്ല ഷേപ്പായിട്ട്, ഇവിടെ ഇപ്പോൾ കാണുന്ന ഇതുപോലെ നല്ല ഷേപ്പായിട്ട് കിട്ടും അല്ലേ, ഇവിടെ ഇരിക്കുന്ന ചെടികളെ പോലെ കിട്ടും. അവരൊക്കെയും അതിനിപ്പോ പ്രൊഫഷണലായിട്ട് ട്രെയിനിങ് വേണോ, അല്ലെ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമോ? അയ്യോ, അതൊക്കെ സാധാരണ നമ്മളുടെ ഒരു ആർട്ടിസ്റ്റിക് സെൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾക്കൊരു സെൻസ് ഉണ്ടാവുമല്ലോ, ഈ ചെടീനെ ഇന്നൊരു ഷേപ്പ് ആക്കണം. അത് ഞാനിപ്പോൾ അവിടെ അങ്ങനെ കാണിച്ചു തരാം. അതിൻ്റെ 1-2 ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെനച്ച് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റുള്ള കട്ടിങ്സുകൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ടാണ്. ഇപ്പോൾ ഉണ്ടാവും ഇതിൽ മുഴുവനും പുതിയ ബ്രാഞ്ചുകളും അതിലൊക്കെ മുട്ടുകളും വരുന്നുണ്ട്. അങ്ങനെ വരുന്നത് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വേണ്ട ഇവിടെ കട്ട് ചെയ്ത് പോകുമ്പോഴാണ് അടുത്ത് ഇതിലൊക്കെ കട്ട് ചെയ്ത് കണ്ട കട്ടിങ് കാണാല്ലേ. ഈ കട്ടിങ് വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ മുളച്ചു, ഈ കട്ടിങ് വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ വന്നു, അതിലൊക്കെ പൂവാണ് വരുന്നത്. അപ്പം അങ്ങനെ നമ്മളുടെ ഒരു സെൻസും കൂടെ അതിൽ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ആ കൂമ്പലകൾ മാത്രമേ നുള്ളേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് നല്ലപോലെ ചലിച്ച് നമുക്കത് ഇതായിട്ട് വരും. ചെടികളിലേ സഡൻലി ഒരു ഷൂട്ട് റൈസ് ചെയ്യും. ആ ഷൂട്ടിനെ നമ്മൾ വളച്ച് വെച്ച് കൊടുത്തിരിക്കേണ്ടതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം ബ്രാഞ്ച് ഔട്ട് ചെയ്ത് ഇപ്പോൾ ഇതൊരു ആർച്ചിൻ്റെ, ഇപ്പോൾ ഒരു സെമി ആർച്ചായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറെ സ്ഥലത്തേക്ക് ഇത് മാറ്റി വയ്ക്കാൻ പറ്റും, ചട്ടിയിലായതുകൊണ്ട് ഇവിടെ കെട്ടിയിട്ടതുകൊണ്ടാണ് അങ്ങനെ സെമി ആർച്ച് ഷേപ്പിലേക്ക് നമ്മളാക്കി. അതാണ് നമ്മളുടെ ആ ഒരു ആർട്ടിസ്റ്റിക് സെൻസ് അതിൽ വർക്കൗട്ട് ആവണം. ഇതും അതുപോലെ തന്നെയാണ്. ഇതിപ്പോൾ ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോയതുകൊണ്ട് നമുക്ക് ഇനി അങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കണം. അത് നമ്മൾ ആ ഒരു പ്രൂണിങ് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് കൊട പോലെ ആവണേന് നമ്മൾ ആ ഫ്രെയിം കൊടുക്കണം. കമ്പി കൊണ്ട് ഇതുപോലെ ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്താലേ കൊട പോലത്തെ ഷേപ്പ് കിട്ടും. നമുക്കിപ്പോൾ ആർച്ച് അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഫിസിക്കലായിട്ടൊന്നും വേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഇരിക്കുന്നതൊക്കെ ഇപ്പോൾ ബോൺസായി രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ വലിയ മരങ്ങളായിരുന്നു. അത് കഴിഞ്ഞ മഴയിൽ നമുക്ക് കുറേ ചെടികൾക്ക് ഇവിടെ ഇതിലെ വെള്ളം പാസ് ചെയ്തു. പീച്ചിയിലെ ഡാം തുറന്നപ്പോൾ ഇതിലൂടെ വെള്ളം പാസ് ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരാഴ്ച ഈ വഴിക്ക് ഈ റോഡ് മുഴുവൻ ബ്ലോക്കായിരുന്നു. അതാണ് ഇത്ര അധികം പണി ഇവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഈ റോഡ് മുഴുവൻ നാശമായി, വണ്ടികൾക്ക് വരാനേ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോയ ചെടികളാണ് ഇവർ. അപ്പം അവർ ഏറെക്കുറെ നശിച്ച് പോകുന്നുള്ള നിലയിലായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ മുഴുവൻ എടുത്ത് പറ്റാവുന്ന പോലെ
അത് കട്ട് ചെയ്ത് ചെയ്തെടുത്തു. അതിൻ്റെ പറ്റിയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ചെറിയ റൂട്ടുകളൊക്കെ നിർത്തി അവരെ ബോൺസായി രൂപത്തിലേക്ക് ഇപ്പോൾ ഞാൻ അതിനെ മാറ്റിയെടുത്തതാണ്. വെച്ച് പിടിച്ചു. അപ്പോൾ പിന്നെ അത് ബോൺസായി ആയിട്ട് മാറി. പിന്നെ അതിൻ്റെ വേരുകളിൽ നിന്ന് ഞാൻ അവിടെ വേറെ ബോൺസായികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇത് അടുത്ത വർഷത്തേക്ക് സെയിലിന് കൊടുക്കാനുണ്ടാവും? സെയിലിൽ വരും. വരും. കൂടുതൽ വെറൈറ്റികൾ അതിനകത്ത് കയറ്റാനായിട്ട്. ഓക്കെ. അപ്പോൾ കടലാസ് പൂവിൻ്റെ ബോൺസായും ഉടനെ ചെറുതും ഉണ്ടാവും വലുതും ഉണ്ടാവും. വലുതും ഉണ്ടാവും. അത് വിൽക്കണം എന്ന് വെച്ചാൽ അത് അത്ര വലിയ താല്പര്യമില്ല. കാരണം നമ്മുടെ ഒരു ആർട്ട് പീസാണ്. മദർ പ്ലാന്റ് ആയിട്ട് സൂക്ഷിക്കാൻ മദർ പ്ലാന്റിനേക്കാളേറെ അതൊരു എന്താ പറയാ നമ്മളുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയില്ലേ, അങ്ങനെയാണ്. അപ്പൊ അതിനെ നമ്മള് സെയിലാക്കുന്നില്ല. അത്രയ്ക്കും സേഫായിട്ട് നോക്കുന്നുള്ളവർക്ക് വിൽക്കാൻ വിരോധമില്ല, അല്ലെങ്കിൽ വിൽക്കാൻ താല്പര്യമില്ല. അതുപോലെ തന്നെയാണ് ഇതും ഒരു ബോൺസായ. ഇത് ഇത്ര പോകുന്ന ഒരു മരക്കഷ്ണത്തുമെന്നാണ്, വെറും ഒരു മരക്കഷ്ണം. ഇതൊക്കെ ഇപ്പം നാശമായി, ആ മരക്കഷ്ണം നാശമായി. അതുമെന്ന് ഉണ്ടായ ചെടിയാണ് ഇപ്പം ഈ കാണുന്നത്. ഈ ബോൺസായിക്ക് ഈ ഭാഗത്തുള്ള ഈ മരം എല്ലാം ഡെഡാണ്. ഇതിൻ്റെ പുറമെ ഒരു സ്കിൻ ലെയർ മാത്രമാണ് ഇപ്പോൾ ലിവിങ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം കരിഞ്ഞു പോയത്. അതെ, ഈ ലിവിങ് വന്ന് റൂട്ട് വന്നിരിക്കണ. അപ്പം ഇതിനെ ഇതെല്ലാം ഡെഡാ. ഇതൊക്കെ ഡെഡാ. ഇതിപ്പോൾ നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇത് എനിക്ക് അത് ഞാൻ ഇപ്രാവശ്യം ഈ ബോൺസായികൾ കൊടുക്കില്ല പറഞ്ഞത്. ഈ ഡെഡായതിനെ മാത്രം മാറ്റിയെടുത്തിട്ട് അപ്പോൾ ഇതൊരു എന്താ പറയുക എംടി ഒരു പ്രത്യേക രീതിയിൽ നമുക്കിതിനെ ഇതാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ കുറച്ച് പണിയുണ്ട്. നമ്മൾ ഡ്രില്ല് വെച്ച് ഇതിനെയൊക്കെ ഇങ്ങനെ എടുത്ത് കളയണം. ഉണങ്ങി അത് ദ്രവിച്ചു. അതെ, ഉണ്ടോ? അത് ലിവിങ് ആയതിനെ മാത്രം സർവൈവ് ചെയ്യിപ്പിച്ചിട്ട് മറ്റേതിനെ മാറ്റുമ്പോൾ ഇതൊരു പ്രത്യേക സ്റ്റൈലിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഇതൊക്കെ ഇതിൻ്റെ ഡെഡായ ഭാഗമാണ്. ഇത് അതിന് കിട്ടിയിട്ടുള്ള റൂട്ടിൽ ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തിരിക്കണ്ട. അതിൻ്റെ റൂട്ടിൽ ഇങ്ങനെ ചെയ്യുന്ന അതിൻ്റെ ഗുണം എന്താണ് മാഡം? ഇത് പെട്ടെന്ന് ബോൺസായി ആയില്ലേ. അതായത് ഇത് അതിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ചെടിയുടെ ഒരു റൂട്ടുകൾ കുറച്ചധികം നാള് നശിക്കാതെ നിൽക്കും. അപ്പോൾ ആ റൂട്ടിൽ നിന്ന് ഞാൻ ഒരു കഷ്ണം ഫ്ലെയിം റെഡിൻ്റെ, ഇത് എത്ര പോകുന്ന ഒരു കഷ്ണം ഫ്ലെയിം റെഡാണ് അതിൽ വെച്ചിരിക്കണേ. അതുകൊണ്ട് എനിക്ക് ഇത്രയും നല്ലൊരു ചെടി ഉണ്ടായി. ഇത് അതിലത്തെ ഒരു റൂട്ട് വന്ന് മിസ് വേൾഡ് എന്ന് പറഞ്ഞ ചെടിയാണ്. മിസ് വേൾഡ് അല്ലേ ഈ കളർ? ഇനി ഇത് മഷൂറിയാണ്. മഷൂറി പീച്ച് എന്ന് പറഞ്ഞ ചെടിയാണ്. ഇതും ഫ്ലെയിം റെഡ് തന്നെയാണ്. ഫ്ലെയിം റെഡ്. ഇത് റൂബി റെഡാണ്. എൻ്റെ പൂ കൊഴിഞ്ഞിരിക്കുകയാണ്. റൂബി റെഡ് അല്ലേ? റൂബി റെഡ്. ഇതാണ് പ്രൂണിങ് ചെയ്യുമ്പോൾ അടുത്ത ഷൂട്ടുകൾ വരുന്നു പറഞ്ഞത്. ഇപ്പോൾ ഇതിൽ വളരെ കൃത്യമായിട്ട് കാണാം. ഇപ്പോൾ പൂ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് വെട്ടിയിട്ടാണ് ഇപ്പോൾ നിറച്ച് പുതിയ ഷൂട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മഹാറാണിയാണ്. ഒരു കഷ്ണം വേരിൽ നമ്മൾ പിടിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇത് ട്വിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ വേര് ഇവിടെ കേടായിരുന്നു. അപ്പം അതിലൂടെ വെള്ളം ഇറങ്ങി നാശാവാതിരിക്കാൻ ഞാൻ മെഴുക് ഉരുകി ഒഴിച്ചിരിക്കണ്ട. വെച്ചാൽ മെഴുകാകുമ്പോൾ പിന്നെ വെള്ളം ഉള്ളിൽ കയറില്ല, ചെടിയുടെ ഉള്ളിലേക്ക് കയറി ചെടീനെ നാശാക്കില്ല. ട്വിസ്റ്റർ എന്ന് പറഞ്ഞ ചെടി. അപ്പോൾ വേരിന് നമുക്ക് പെട്ടെന്ന് ബോൺസായി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ബോൺസായുടെ പരുവത്തിലാണ് അവർ ജനിക്കുന്നത്. അപ്പം ഇത് ബ്രസാ പീച്ചാണ് കേട്ടോ. ബ്രസാ പീച്ച് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ആക്കണം. നമ്മൾ വെട്ടിയിട്ട് ഫുള്ള് അതിനെ ഡിസൈൻ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഈ ഫ്ലവർ കഴിയുമ്പോൾ കുറച്ച് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഇത് നല്ല ഭംഗിയിലൊരു ബഞ്ചായിട്ടാണ് ഫ്ലവർ ചെയ്തിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പൂ കൊഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് വരുന്നത് അത്ര ഭംഗിയില്ല. മറ്റേത് ഇതിൽ ഒറ്റ ഇലയില്ല, അതെ ഒരു ഇത്ര പോകുന്നൊരു ഉണ്ട മിസ് വേൾഡിൻ്റെ പൂക്കൾ മാത്രമായിട്ട് അങ്ങനെ നല്ല ഭംഗിയിൽ നമുക്കതിനെ കിട്ടും. ഇല പൊഴിഞ്ഞ് പൂക്കൾ എടുക്കുമ്പോൾ
ഇനിയും പുതിയ റൂട്ട് ഗ്രാഫ്റ്റുകൾ ഇരിക്കുന്നുണ്ട്, അത് ആയി വരുന്നേ ഉള്ളൂ. ഈ റൂട്ട് ഗ്രാഫ്റ്റ് പിടിക്കാനായിട്ട് എത്ര സമയം എടുക്കും? നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഒന്ന് ജസ്റ്റ് പൊടിച്ചു വരാനായിട്ട്? അത് ഗ്രാഫ്റ്റുകളുടെ, ഞാനിപ്പോൾ ഗ്രാഫ്റ്റിംഗ് പഠിച്ചിട്ട് 1 കൊല്ലം ആയിട്ടുള്ളൂ. അപ്പം അത് കാരണം എൻ്റെ ഗ്രാഫ്റ്റുകളൊക്കെ പിടിച്ച് ചിലത് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. 100% എനിക്ക് ഗ്രാഫ്റ്റ് കിട്ടാറില്ല. ഒരു 25-50% വരെയാണ് ഇപ്പോൾ നമുക്ക് മാക്സിമം കിട്ടിയിരിക്കുന്നത്. അതിലും കൂടുതൽ അതിൽ കിട്ടി തുടങ്ങിയിട്ടില്ല. മേ ബി ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അത്ര എത്താൻ പറ്റുമായിരിക്കാം. ഇതാണ് മിസ് വേൾഡിന്റെ വലിയ ചെടി. ഇപ്പൊ നമ്മൾ ആ ഗ്രാഫ്റ്റ് കണ്ടേലത്തെ ഒരെണ്ണം ഇതാണ്. ഇതുപോലെ പൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു പേര് അതിന്മേൽ നിറച്ച് പൂവ് അങ്ങനെയായിരുന്നു. അത് കൊഴിഞ്ഞപ്പോ അടുത്ത പൂ വരുമ്പോ അത്ര ഭംഗി എനിക്ക് തോന്നിയില്ല. ഇവിടെ ഈ വലിയ ചെടികൾ വെച്ചിരിക്കുന്നില്ലേ, ഇത് സെയിലിനാണോ വെച്ചിരിക്കുന്നത്? അതെ, സെയിലിനാണ്. ഈ ഭാഗത്തുള്ളതെല്ലാം സെയിലിനുള്ളതാണ്. സെയിലിനില്ലാത്തത് ഞാൻ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകണേ. നമ്മളുടെ കയ്യിൽ 350-ലധികം വെറൈറ്റി ബൊഗൻവില്ല ഉണ്ടെന്ന് പറയുമ്പോൾ ആളുകൾ പറയുന്നത് 350 കളറ് ബൊഗൻവില്ല തരാനാണ്. 350 കളറ് അല്ല, വെറൈറ്റിയാണ്. ഓരോ കളറും ഓരോ വെറൈറ്റിയിൽ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരും. അത് ആളുകൾക്ക് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയണില്ല. പല ആളുകളും ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ ഞാൻ ചെയ്ത ഒരു സൂത്രപ്പണിയല്ല, ഒരു അവയർനെസ് പ്രോഗ്രാം എന്ന് പറയില്ലേ, അക്കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ എല്ലാ വെറൈറ്റികളും ഇങ്ങനെ വെച്ചിട്ട് ഈ കളറ് ഈ വെറൈറ്റി എന്താണെന്ന് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് ആയിട്ടാണ് ഞാൻ ഈ ഭാഗത്തിനെ ശരിയാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മെജോറിറ്റി 350 അടുത്തും വെച്ചിട്ടുണ്ട്. പക്ഷേ ചിലതൊക്കെ വലിയ ചട്ടികളിലാണ്, അതിവിടെ കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറ്റാവുന്നതിനൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ബാക്കിയുള്ളത് പിന്നെ ചോദിക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ ആയിട്ട് ചെയ്തിരിക്കും. ഒരു എക്സിബിഷൻ സെന്റർ പോലെ. അതെ, എക്സിബിഷനായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് വലിയൊരു തോതിലുള്ള വലിയൊരു ഫ്ലവർ ഷോ ഒന്നും അല്ല, പക്ഷെ അവയർനെസ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമായിട്ടാണ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ പരിചയപ്പെട്ടു തുടങ്ങാം. ഇത് ഹവായ് പർപ്പിൾ എന്ന് പറയുന്ന ചെടിയാണ്. ഹവായ് പർപ്പിൾ. ഇത് ഹവായ് വൈറ്റ്. ഇത് ബ്രസ പീച്ച്. നമ്മൾ നേരത്തെ റൂട്ട്. ഇത് ബ്രസ റെഡ്. ഇപ്പൊ മഴ കണ്ടിന്യൂസ് ആയിട്ട് വന്നതുകൊണ്ട് മഴ പറയാൻ പറ്റില്ല. ഇപ്പൊ ഇതൊക്കെ മുട്ടുകളാണ്. ഒരു ബ്ലൂം കഴിഞ്ഞ് അടുത്തൊരു ബ്ലൂമിലേക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ചെടികളാണ്. ഇത് ബ്രസ പേർപ്പിൾ. ബ്രസ പേർപ്പിൾ. ഇത് ബ്രസ മെജൻഡ, ബ്രസ സോഫ്റ്റ് പീച്ച് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പിന്നെ അത് അത്ര അങ്ങോട്ട് എപ്പോഴും ഇതുപോലെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന പ്ലാന്റും അല്ല, പൂക്കൾ വലുതുമാണ്. അപ്പം അത് അത്ര അങ്ങോട്ട് എനിക്ക് ഞാൻ തറവായിട്ട് അതിനെ സ്ട്രെസ് ചെയ്ത് പറയണില്ല. ഓക്കെ, ഇത് സക്കൂറ ബല്ലാക്ക എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. വെരിഗേറ്റഡ് ആണ്. ഇതിന്റെ ചെറിയ ലീഫാണ്. പൂക്കള് ഒരു പീച്ച് ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഒരു പിങ്കും അല്ല പീച്ചും അല്ലാത്തൊരു ഷെയ്ഡാണ് വരുന്നത്. ഇതിപ്പോൾ ഇതാണ് കളർ വരിക. ഇതിപ്പോൾ കൊഴിയാനായ പൂക്കളാ. ഇതിലെ കൊഴിഞ്ഞ് അടുത്ത ഫ്ലവറിങ് വരുന്നു. ഇത് ലേഡി ബേർഡ് മാർബിൾ എന്ന് പറഞ്ഞ ചെടിയാണ്. മാർബിൾ. ഇതിന്റെ എല്ലാ വെരിഗേഷൻ ആണ് കേട്ടോ. ഇങ്ങനെ വെരിഗേഷൻ ഉള്ളതാ. ഇത് കയാട്ട എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഇതിൽ വെയിലിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ട് ഇലയിൽ വെരിഗേഷൻ വരുന്നതാണ്. ഇതിൻ്റെ ഗ്രീൻ ലീഫ് തന്നെയാണ് അതിൽ ഇത് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇത് ടാമ്പുരാൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ടാമ്പുരാൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ പ്ലാന്റ്. അത് എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഫ്ലവറിങ് തന്നിട്ടില്ല. വെരിഗേറ്റഡ് ലീഫാണ്. ഫ്ലവറിങ് വല്ലപ്പോഴും 1-2 പൂക്കൾ അങ്ങനെയായിട്ട് നിൽക്കുമായിരുന്നു. ഇത് വിയറ്റ്നാമിക്സ് എന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് നല്ലപോലെ പൂവുണ്ടാവുന്നത്. ഇപ്പോൾ പൂ കഴിഞ്ഞ് അടുത്ത മൊട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇത് ബട്ടർ കപ്പ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിന് പൂക്കളിൽ തന്നെ വെരിഗേഷൻ കണ്ട അതുള്ളതാണ്. ഇല ഗ്രീൻ തന്നെയാണ്, വ്യത്യാസമില്ല. ഇതാണ് മഹാറാണി എന്ന് പറഞ്ഞ ചെടി. അതെ, ഈ മഹാറാണീനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്താലും കണ്ടമാനം ചെടികളൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പം നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഒരു വളരെ കുറച്ച് പെർസെൻറ്റേജാണ് കിട്ടുന്നത്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാലേ, ഇപ്പം ഇതിൽ വൈറ്റ് പൂക്കളല്ലേ കാണുന്നത്, ശരിക്കും ഇതാണ് അതിൻ്റെ ഈ കളറാണല്ലേ. ഇതിൻ്റെ ഇന്റർനാഷണൽ ID വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക് എന്നാ. ഓറഞ്ച് ലിപ്സ്റ്റിക് നമ്മുടെ അവിടെയാണ് മഹാറാണി എന്ന് പറയണത്. പക്ഷെ ഇതൊരൊറ്റ ചെടിയാ അല്ലേ. ഈ ചെടിയുടെ ഈ ബ്രാഞ്ചിലെ പൂ കണ്ട, അത് വേറെ കളറാ. ഈ ബ്രാഞ്ചിലെ പൂ കണ്ട, രണ്ടും ചേർന്നതാ. ഇതാണ് എക്സാക്റ്റ്. ഇത് അതിൻ്റെ വേറൊരു ബ്രാഞ്ച്.
സെയിം പ്ലാന്റാണ്. അപ്പോൾ ഇങ്ങനെ വേരിയേഷൻസ് ഇവർ കാണിക്കുമ്പോൾ നമ്മൾ തന്ന സെല്ലറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഈ ചെടിയുടെ ഒരു എന്താ പറയുക സ്വഭാവം എന്ന് പറയാം, അത്രേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇതപ്പോൾ ഒരു ബ്രാഞ്ചിൽ എനിക്ക് ഈ ചെടി ആദ്യം പൂവിട്ടത് വെള്ള പൂക്കളായിരുന്നു, വെറും വെള്ള പൂക്കളായിരുന്നു. അപ്പോൾ ഞാൻ ഈ തന്ന ആളെ പഴിച്ചിട്ട് എനിക്ക് കാര്യമില്ല. പക്ഷെ പിന്നത്തെ ഫ്ലവറിങ്, രണ്ടാമത്തെ ഫ്ലവറിങ് ആയപ്പോൾ അവർ ഈ കളറിലാണ് വന്നത്. പിന്നെ മൂന്നാമത്തേൽ വീണ്ടും അവർ വെള്ളയും കാണിക്കുന്നുണ്ട്, രണ്ടും എല്ലാ തരത്തിലുള്ള പൂക്കളും കാണുന്നുണ്ട്. അത് ആ ചെടിയുടെ പ്രത്യേകതയാണ്, അല്ലാതെ സെല്ലറുടെ പ്രോബ്ലം അല്ല. ഇത് ക്ലൗഡ് വൈറ്റ് എന്ന് പറഞ്ഞ ക്ലൗഡ് ഇത് നല്ല ഭംഗിയാട്ടോ. ഇതിപ്പോൾ പൂക്കൾ കൊഴിയാനായതാ, ഇല ഇങ്ങനത്തെ ഒരു കളറാണ് വരിക. പിഞ്ച ഇലകളുടെ കളർ ഇതാണ്. അപ്പോൾ ഇതിലൊക്കെ മൊട്ട് നിൽക്കുന്നുണ്ട്. ഇതിലെ ചെടി കഴിഞ്ഞിരിക്കുക ടാനിയൻ ഗ്രേപ്പാണത്. ടാനിയൻ ഗ്രേപ്പ് എന്ന് പറഞ്ഞ ചെടിയാണ്. അതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞിരിക്കുന്ന സമയം. ഇത് പിങ്ക് പാന്തർ തൈവാൻ എന്ന് പറഞ്ഞ ചെടിയാണ്. അതും നിറച്ച് പൂവുണ്ടാകുന്നതാണ് കേട്ടോ. ഇപ്പോൾ അതേ മുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്ടോ, അത് കൊഴിഞ്ഞ് അടുത്ത ഫ്ലവറിങ് തുടങ്ങുകയാണ്. അതിൽ പൂക്കൾ അങ്ങനെ ഇല്ലാത്തൊരു സമയം അതുണ്ടാവണില്ല. ഒന്ന് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഫ്ലവറിങ് വരുന്നുണ്ട് മിക്കവാറും ഐറ്റംസിൽ. ചിലതിൽ കുറച്ച് ഡിലേ ഉണ്ട്. ഇപ്പോൾ ഇത് ഡിലേഡാ. ഇത് രണ്ടാമത്തെ ഫ്ലവറിങ് അത്രയും അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് എത്തിയിട്ടില്ല. രണ്ടാമത്തെ അല്ല, ഈ സീസണിൽ 3-4 ഫ്ലവറിങ് കഴിഞ്ഞതാണ്. ഇത് മുഴുവനും ടാങ്ലോങ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ചെടികളാണ്. അത് ടാങ്ലോങ് പർപ്പിള്. ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറയുന്നതാണ്, റെഡ് കാണുന്നത്. പിന്നെ ഇത് പിങ്കാണ്, പിങ്ക് ടാങ്ലോങ് ആണ്. അതിൻ്റെ വലിയ ചെടി ഞാൻ അവിടെ കാണിക്കാം. ഇത് വൈറ്റ് ടാങ്ലോങ് ആണിത്. ഇതിൻ്റെ പൂക്കൾ പക്ഷേ കുറച്ച് വിരിയും, അതുപോലെ അങ്ങനെ മൊട്ടായി നിൽക്കുകയല്ല, ഇത് വിരിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇലയിൽ കണ്ട ചെറിയൊരു വെരിഗേഷൻ, വെരിഗേഷൻ ഉണ്ട്. മറ്റുള്ളതിൻ്റെ ഇലയിൽ വെരിഗേഷൻ ഇല്ല. അതെ. ഇത് പീച്ച് കളറിലുള്ള ടാങ്ലോങ് ആണ്. പിന്നെ അത് റെഡ് ടാങ്ലോങ് ആണ്. അതിൻ്റെ പൂക്കൾ ഇപ്പോൾ അതിൽ കാണില്ല. ഇത് മൂൺലൈറ്റ് ടാങ്ലോങ് എന്ന് പറഞ്ഞതാണ്. ഇതിൻ്റെ പൂക്കളുടെ നിറം ലൈറ്റ് പർപ്പിളാണ്, ലൈറ്റ് പിങ്കാണ്. അത് പൂവ് കഴിഞ്ഞിരിക്കുക. ഇത് ലോല എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ലോല അതാണ് ഇവിടെ പറയപ്പെടുന്നത്. ശരിക്കും ഐഡി വേറെ ആയിരിക്കും. ആയിരിക്കാം. ഇത് കുറച്ച് മഴയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചധികം വേഗം നാശമായി പോകുന്നൊരു പെട്ടെന്ന് നാശമായി പോകുന്നൊരു വെറൈറ്റി. നമ്മുടെ ഈ ബോഗൻവില്ലയുടെ ഫ്ലവറിംഗ് സീസൺ ഏതാണ്? ഫ്ലവറിംഗ് സീസൺ ആക്ച്വലി ഒക്ടോബർ നവംബർ തുടങ്ങി മെയ് വരെയാണ് ഫ്ലവറിംഗ് സീസൺ. മെയ് വരെ കിട്ടും. നമുക്ക് സമ്മർ ഹെവി ആവുന്ന സമയത്ത് കൂടുതൽ ബ്ലൂം കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇത് കോപ്പി മെലൺ എന്ന് പറഞ്ഞ ചെടിയാണ്. അത് പക്ഷേ നന്നായിട്ട് ഫ്ലവർ ചെയ്യണ ചെടിയാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ കൊഴിഞ്ഞ് അടുത്ത മൊട്ടുകൾ അത്ര അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് എത്തിയിട്ടില്ല. മൊട്ടുകൾ അങ്ങനെ കാണാൻ മഴ പെയ്തില്ലേ, അപ്പോൾ അവരുടെ ആ ഒരു ഇത് മാറി. ഇത് ഗെയ്ഷ എന്ന് പറഞ്ഞൊരു പ്ലാന്റാ. ഇങ്ങനെ വെരിഗേഷൻ കണ്ടോ. ഇത് നല്ല ഭംഗിയുള്ള ബ്ലൂം തന്നെയാണ്. ഈ പ്രാവശ്യത്തേത് ഇങ്ങനെ ഒറ്റയ്ക്കായിട്ട് വിരിഞ്ഞു. മറ്റേത് അങ്ങനെയല്ല, വലിയ കൊലയായിട്ട് നിറയെ ഉണ്ടോ. ഇതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ബഞ്ച് വരുന്നതാണ് നിറയെ വന്ന. ഇത് മുഴുവൻ മൊണോലിസ എന്ന് പറഞ്ഞ ഫാമിലിയാണ്. യെല്ലോ, ബ്ലാക്ക് മൊണോലിസ എന്നാണ് അതിന് പറയുക. ഇത് റെഡ്, അത് ഓറഞ്ച്. പീച്ചിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ട്, അതെനിക്ക് പ്ലാന്റ് ശരിയായിട്ടില്ല. ഇത് സ്നോ റെഡ് എന്ന് പറയുന്നതാണ്. അത് സ്നോ ഓറഞ്ചും. അതിൻ്റെയും പൂക്കൾ കഴിഞ്ഞതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതെ, സ്നോ എന്ന് പറയുന്ന വെറൈറ്റിക്ക് ഇങ്ങനെ പുള്ളിയായിട്ടാണ് ഇല വരിക. അതെ, ഫിനിഷ് ഉള്ളതാണ് ഇതിൻ്റെയും. ഇത് സ്നോയുടെ ഇതാണ്. ഇനി ടൈഗർ വേറെ ഉണ്ട്, അത് ഞാൻ വേറെ കാണിച്ചു തരാം. ഇത് മുഴുവൻ ബട്ടർഫ്ലൈകളാണ്. ഇത് പിങ്ക് ബട്ടർഫ്ലൈ ആണിത്. എൻ്റെ വേറെ ചെടി വേണമെങ്കിൽ അവിടെ വലുതുണ്ട്, കാണിച്ചു തരാം. ബട്ടർഫ്ലൈ. ഇത് ഫ്യൂഷിയ ബട്ടർഫ്ലൈ. അത് ഓറഞ്ച് ബട്ടർഫ്ലൈ. ഇത് യെല്ലോ ബട്ടർഫ്ലൈ. ഇത് വൈറ്റ് ബട്ടർഫ്ലൈ. അത് സ്പ്ലാഷ് ബട്ടർഫ്ലൈ. ഒത്തിരി ആളുകൾ ചോദിക്കുകയും ഒരുപാട് ഭംഗിയുള്ള ഒരു ചെടിയാണ്. ഇപ്പോൾ പൂ കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ പൂക്കൾ ഇതാണ് ഇപ്പോൾ ഒരു ലാസ്റ്റ് പൂ നിൽക്കണേ. ഇത് ഗോൾഡൻ പെഡ്രോ ബാമ്പിനോ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിപ്പോൾ മൊട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പൂവശ ഇത് കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഗോൾഡൻ പെഡ്രോ ബാമ്പിനോയുടെ വെരിഗേറ്റഡ് ലീഫാണ്. ഇത് ഗ്രീൻ ലീഫാണ്. ഗോൾഡൻ പെഡ്രോ. ഇത് ഗോൾഡൻ പെഡ്രോ ബാമ്പിനോ.
അതിന്റെ ഗ്രീൻ ലീഫ് ഇതും അതെ, അത് ഗോൾഡൻ പെഡ്രോ ഗ്രീൻ ലീഫ്, ഇത് ഗോൾഡൻ പെഡ്രോ ബാംബിനോ എന്ന് പറഞ്ഞിട്ട്. ഇത് വരുന്നത് സൺസ്റ്റോൺ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ വൈറ്റും റെഡും ആണ് കാണുന്നത്. അത് നല്ല ഭംഗി തന്നെയാണ് അതിൻ്റെ പൂക്കൾ. നേരത്തെ ലേഡി ബേർഡ് മാർബിൾ കണ്ടില്ലേ, അതിൻ്റെ ബാറ്റിക് ആണിത്. ലേഡി ബേർഡ് ബാറ്റിക് എന്ന് പറഞ്ഞ ചെടിയാണിത്. ഇത് വയലറ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ ആ ഒരു ഫാമിലിയുടെയാണ്. ഇത് വയലറ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് ഓറഞ്ച് സെപ്റ്റംബർ. ഇത് ഓറഞ്ച് സെപ്റ്റംബർ. അത് റെഡ് സെപ്റ്റംബർ. ഓക്കെ, അത് രണ്ടും വേരിഗേറ്റഡ് ആണ്. അതെ അതെ, ഇത് മാത്രം വെരിഗേഷൻ ഇല്ല. ഇതിൻ്റെ വെരിഗേറ്റഡ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പ്ലാന്റ് ഇല്ല, എൻ്റെ കയ്യിലില്ല ആ പ്ലാന്റ്, ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതാണ് അദർണ. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമേഴ്സ് ചിലപ്പോൾ പറ്റിച്ചു എന്ന് പറയാൻ സാധ്യതയുള്ള ചെടിയാണ്. ഈ അദർണയുടെ പൂക്കൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ യെല്ലോയിൽ നിന്ന് കയറിയിട്ട് അതിൽ പിങ്ക് കളറ് ഡോട്ട്സ്, ഇപ്പോൾ ഇതിൽ ഇങ്ങനെ പാച്ചല്ലേ, പകരം കുത്തായിട്ട് നല്ല ഭംഗിയായിട്ട് മൾട്ടി കളറിൽ വരുന്ന പെറ്റലാണ് ഇതിന് വേണ്ടത്. പക്ഷെ ചില സമയത്ത് അത് യെല്ലോ മാത്രമായിട്ട് വരും. ഈ പ്ലാന്റിൽ തന്നെ അതുപോലെ തന്നെ ഒരു ഞങ്ങളുടെ കടലാസ് പൂ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് പൂവിട്ടിട്ട് ഞാൻ തന്നെ പറയുന്ന ഒരു വീഡിയോ കാണാം. ആ ചെടിയിൽ തന്നെ വിരിയുന്നതാണ് ഇപ്പോൾ യെല്ലോ. ഈ ബോഗൻവില്ലയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലേ, അതായത് ഹൈബ്രിഡുകൾക്ക് അവരുടെ അൻസെസ്ട്രൽ പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു ചെറിയ ഇതുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അത് മാറിയും തിരിഞ്ഞും വരാം. അതെ അതെ അതെ, അത് ഒരേ ചെടിയിൽ തന്നെ ചിലപ്പോ അത് പെർസിസ്റ്റ് ചെയ്യും. പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ മറ്റേ മ്യൂട്ടഡ് ക്യാരക്ടർ തിരിച്ചു കിട്ടില്ല, മ്യൂട്ടേഷൻ ഉണ്ടായ ക്യാരക്ടർ തിരിച്ചു കിട്ടില്ല. ഇത് മ്യൂട്ടേഷൻ വഴിയല്ലേ നമുക്കിതിന് കളറും മറ്റു കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നത്, അല്ലെ ന്യൂ ആക്കി മാറ്റുന്നത്. അപ്പോൾ അത് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അത് കാരണം കൊണ്ട് നമ്മൾ ഇപ്പോൾ യെല്ലോ തന്നെ വിരിയുമ്പോൾ ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കസ്റ്റമറിന് കൊടുക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് ഇത് ഇന്ന പൂവന്നെ ഇടുന്നു പറയാന്ന് പറഞ്ഞത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ അദർണനെ ഒരുപാട് ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം കൊണ്ടുപോയിട്ട് അവർക്ക് ആ പൂവ് വന്നില്ലെങ്കിൽ അവര് വിചാരിക്കാൻ ഞാൻ പറ്റിച്ചു. അപ്പൊ അത് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യില്ല മാത്രം. ചെടി നല്ല ഭംഗിയുള്ള പൂ തരുന്ന ചെടിയാണ് കേട്ടോ, നല്ല ചെടിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഇഷ്യൂ അതിനുണ്ട്. ഇത് ബേർഡ് വിങ് എന്ന് പറഞ്ഞ ചെടിയാണ്. ഇതിൻ്റെ പൂക്കളുടെ ഇലകൾ തീരെ നനുത്ത ഇതളുകളായിട്ട് ബട്ടർഫ്ലൈ പോലെ. ഇപ്പോൾ എൻ്റെ പൂ കഴിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഫ്ലവറിങ് തരാത്തൊരു പ്ലാന്റാണ് കോപ്പി ബാറ്റിക്. അത് കാര്യമായിട്ട് ഫ്ലവറിങ് എനിക്ക് തന്നിട്ടില്ല. അത് ഏത് കളറാണ് വരുന്നത്? അത് റെഡാണ് വരേണ്ടത്, പക്ഷെ അത് എനിക്ക് തന്നിട്ടില്ല, പൂക്കളെ തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതും പ്രൊപ്പഗേറ്റ് ചെയ്യൽ കുറവാണ്. കാരണം ഒന്നുകിൽ എനിക്ക് കിട്ടിയ പ്ലാന്റിൻ്റെ പ്രോബ്ലം ആവാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താ റീസൺ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഫ്ലവറിങ് എനിക്ക് അത് അത്ര കാര്യമായിട്ട് തന്നിട്ടില്ല. ഇത് ഗോൾഡൻ റാവു എന്ന് പറഞ്ഞ ചെടിയാണ്. ഇതും വളരെ കളർഫുള്ളായിട്ട് പൂക്കളാവും. വെള്ള വിരിഞ്ഞിട്ട് അത് പിങ്കിലേക്ക് കയറി കളർഫുള്ളായിട്ടാണ് അത് നിൽക്കുക കേട്ടോ. അതിൻ്റെ ഇലയിലും ഒരു വെരിഗേഷൻ ഉണ്ട്, ചെറിയ വെരിഗേഷൻ ഉണ്ട്. ഇത് വജീദ് റെഡ് എന്ന് പറഞ്ഞ ചെടിയാണ്. ഇതും വജീദ് റെഡ് തന്നെയാണ്. ഇത് പോയട്രി എന്ന് പറഞ്ഞ ചെടിയാണ്. പോയട്രിയുടെ ഇലയ്ക്കും ഇതളുകൾക്കും ഇങ്ങനെ ഇതുണ്ട്. ഈ വരുന്നത് എമ്മാസ്പെർക്ക് എന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് എമ്മാസ്പെർക്ക് തന്നെയാണ്. ഇത് സിൽവർ ചിത്ര. ഇത് ബ്ലാക്ക് മരിയ. അല്ല പൂക്കൾ അത്ര അതും ഭയങ്കര ബ്ലൂമിങ് അല്ല. നമ്മുടെ കളക്ഷനിൽ ഇങ്ങനെ ആഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാണ്ട് ഒത്തിരി ഫ്ലവർ ചെയ്ത് അങ്ങനെ മറ്റുള്ള ചെടികളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫ്ലവറിങ് അതിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ, ചിലരുടെയൊക്കെ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഇത് മുഴുവനും ഫോർമോസകളാണ്. അത് ട്വിസ്റ്റഡ് ഫോർമോസ. ഇത് ഫോർമോസയിലെ വലിയ പൂക്കളുണ്ടാവുന്നത്. ഇത് മിനി ഫോർമോസ. ഒരേ പോലത്തെ പൂക്കൾ തന്നെയാണ്, പക്ഷെ ഇത് ഇച്ചിരി വലിയതും ഇത് ചെറുതുമായിരിക്കും. ഫോർമോസ മിനി. ഇത് മുഴുവനും നമ്മളുടെ തിമ്മയുടെ വേരിയൻറ്റുകളാണ്. ഇത് തിമ്മ പീച്ച്. ഇത് തിമ്മ പിങ്ക്. ഈ തിമ്മ റെഡിൽ
പൂക്കൾ കുറവാണല്ലോ. തിമ്മ റെഡും തിമ്മ യെല്ലോയും ആണ്. തിമ്മ റെഡിൻ്റെ പൂക്കൾ അത് കൊഴിഞ്ഞു. മഴ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. ഇത് ഗോൾഡൻ ചിത്ര ഗോൾഡ്. അത് ജ്വല്ല് ഞാൻ വേറെ അവിടെ കാണിക്കാം. അതുകൊണ്ട് വലിയ ചെടികളിൽ നിൽക്കുന്നതും വെറൈറ്റികൾ തന്നെയാണ്. അത് പിന്നെ ഇത് സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് മിസ് ഹോളണ്ട് കണ്ടോ പൂക്കൾ കൊഴിയാ. മഴ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ടായി. ഇത് നന്നായിട്ട് പൂ തരുന്ന നല്ല ഇതുപോലെ തന്നെയാണ് കോപ്പി ബാറ്റിക്കറ്റിയും പൂവട്ടാ. ഇതിനേക്കാൾ കുറച്ചുകൂടെ വലുതായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇത് ഓരോ ഇത് കണ്ട അതൊക്കെ മൊട്ടുകളാ. ഇതിൽ ഇലയില്ലാതെ ഫുൾ ഈ പൂവ് മാത്രമായിട്ടൊരു ബഞ്ചായിട്ട് അങ്ങനെ നിൽക്കുക. നല്ല ഭംഗിയാണ്. അതെ, നിറച്ച് പൂവ് വരും. ഒരില പോലും ഇല്ലാതെ എല്ലാ നോട്ട്സിനും പൂക്കളായിട്ട്. ഇത് ഗോൾഡൻ സമ്മർ വൈറ്റ് എന്ന് പറഞ്ഞ വൈറ്റ്. ഇത് കാലിഫോർണിയ ഗോൾഡ്. ഇത് ചോക്ലേറ്റ് ബ്രൗൺ. ഇത് പ്രിൻസസ് കിജോരിയ എന്ന് പറഞ്ഞാൽ ഇതിനൊരു പർപ്പിൾ ഷെയ്ഡിലുള്ള പൂവ് തന്നെയാണ്. പക്ഷെ എൻ്റെ കയ്യിൽ വന്ന് പൂവ് ആവണേ ഉള്ളൂ കേട്ടോ. ഇത് ഗോൾഡൻ ജയൻറ്റ്. ഇത് റംബുട്ടാനും ഒരു പർപ്പിൾ ഷെയ്ഡഡ് പൂവ് തന്നെയാണ് വരിക. ഇത് രാമകൃഷ്ണ എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റി ആണ്. ഇതിന്റെ നമ്മളുടെ ഇന്ത്യൻ ഒറിജിനാണ്. നമ്മളിവിടെ കാണുന്ന ഇതിന്റെ എല്ലാം നമുക്ക് ചെടികൾ സെയിലിനുണ്ടോ? എല്ലാത്തിൻ്റെന്ന് പറഞ്ഞാൽ അതെന്ന് വെച്ചാൽ ഇതൊക്കെ ഗ്രാഫ്റ്റിലാണ് ഇറങ്ങുക. കാരണം അധികം പുതിയ വെറൈറ്റികളാണ്. റൂട്ടഡിൽ ഇറങ്ങുന്നത് സെയിലുണ്ട്. ഗ്രാഫ്റ്റിൽ ഇറങ്ങുന്നത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും. അപ്പൊ നമുക്ക് സ്റ്റോക്കിലുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് കുറെ ആളുകൾ ഇത് കളക്ട് ചെയ്യുന്നവരും പിന്നെ സ്ഥിരമായിട്ട് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവര് ഇതിപ്പോ നമുക്ക് 4-5 കിട്ടുള്ളൂ. അപ്പൊ അത് ഇറങ്ങുമ്പോഴത്തേക്കും പറയും അയ്യോ ഞാൻ വരികട്ടാന്ന് പറയും. അപ്പൊ പിന്നെ അതങ്ങനെ പോകും. അങ്ങനെ ഉണ്ടാണ്. ഇതൊരു പുതിയ വെറൈറ്റി തന്നെയാണ്. പുതിയതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. പിങ്ക് പാച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വജീദ് റെഡ്. ഇത് ഇപ്പം നമ്മൾ കണ്ടില്ലേ മിസ് വേൾഡ് കണ്ടില്ലേ? മിസ് വേൾഡിൻ്റെ വലിയ ചെടി അവിടെയുണ്ട്. അതിൻ്റെ വെരിഗേറ്റഡ് ലീഫ് ഉള്ളതാണ്. അതെ, ആ മിസ് വേൾഡിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ്. അത് വെള്ളയും ഇതുമായിട്ട് ഞാൻ ആ റൂട്ട് ഗ്രാഫ്റ്റിൽ പറഞ്ഞില്ലേ ഈ ഇരിക്കുന്നത് അല്ലല്ല, ആ വലിയ ചട്ടിയിൽ ഫുള്ള് പൂവായിട്ട് അതാണല്ലേ, അതിന്റെ വെരിഗേറ്റഡ് ആണ് ഇത്. ഇതാണ് വാട്ടർമെലൺ കിസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇത് ഒരുപാട് ഡിമാൻഡുള്ള ഒത്തിരി പേരും ചോദിക്കുന്ന ഒരു ചെടിയാണ്. ഇനി ഇത് മൾട്ടിഗ്രാഫ്റ്റും ഗ്രാഫ്റ്റും അല്ല, ലെയേർഡ് പ്ലാന്റ് ആണ്. ഇതുമ്മ 2 തരം പൂക്കൾ കാണാം. 2 അല്ല 3 തരം ഉണ്ട് ഇപ്പോൾ. ഇനി പൂവുള്ളതിൻ്റെ പരിചയപ്പെട്ടത് ഫ്ലെയിം റെഡ് വെരിഗേറ്റഡ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് മിസ് ഈവ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫിന് വെരിഗേഷൻ ഉള്ളതാണ് കേട്ടോ. ഇത് ഈവ ഗോൾഡ്, മിസ് ഈവ ഗോൾഡ് ആണ്. ഇതിൻ്റെ ഇലകൾ ഈ മഞ്ഞ ഷെയ്ഡാണ്. ഇത് നേരത്തെ ഞാൻ സ്നോ പറഞ്ഞില്ലേ, ഇത് ടൈഗർ ഓറഞ്ച് ആണിത്. ഇത് നെസ്കഫെ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇത് വൈറ്റ് ഫോർമോസ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് പിങ്ക് ഫോക്സ് ടെയിലാണ്. അല്ലെ പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതിനകത്ത് നിന്ന് തോന്നുന്നു. ഇത് റെഡ് ഫോക്സ് ടെയിൽ. ഇത് യെല്ലോ ഫോക്സ് ടെയിൽ. ഇത് ലേഡി ഹഡ്സൺ. ഇത് ജൂലി ഗോൾഡ്. ഇതിൻ്റെ മഞ്ഞ പൂക്കളാണ്. ഇത് ക്ലിയോപാട്ര എന്നാണ് ഇതിൻ്റെ പേര്. ക്ലിയോപാട്ര. പൂവായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് കാർമൻസിറ്റ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. അതിന്റെ ഫ്ലേവർ ഇതാണ്. ഇത് ക്രിസ്റ്റീന. ഇനി അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ഒരു ഏരിയ ആണെങ്കിൽ ഈ ഇരിക്കുന്നത് നമ്മളുടെ സെൻഡായുടെ വെറൈറ്റിയാണ്. സെൻഡായ് ഓറഞ്ച്, സെൻഡായ് വൈറ്റ്, ഇത് സെൻഡായ് യെല്ലോ, സെൻഡായ് റെഡ്, സെൻഡായ് സ്വീറ്റ് ഹാർട്ട്. ഇവരുടെയൊക്കെ ഇലയ്ക്ക് കണ്ടോ ചെറിയ വെരിഗേഷൻ. ഏതാ? വെരിഗേഷൻ ഉണ്ട് ഇതിനകത്ത്. വെരിഗേഷൻ ഇതും LD ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു സാമാന്യം പുതിയ ഒരു വെറൈറ്റിയാണ്.
LD ബ്യൂട്ടി അല്ലേ? ആ ഇതൊക്കെ പഴയ വെറൈറ്റികൾ തന്നെയാണ്. ഇത് ഫയർ ഓപ്പല്, പിന്നെ ഇത് തായ് പ്രിൻസസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ഇത് HB സിംഗ് ആണ്. HB സിംഗ്. ഇത് അർജുന. HB സിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഒറിജിനാണ്. ഇത് ഡെൽറ്റ ഡോൺ ആണ്. അതിന് ഫ്ലവർ കാണണില്ല. ഫ്ലവർ മഞ്ഞ കളർ ഫ്ലവർ. ഇത് ട്രൈ സ്റ്റാർ എന്ന് പറഞ്ഞ ആ പിങ്കും വൈറ്റും ആയിട്ടുള്ള പൂക്കൾ. ഇത് ലേഡീസ് ആയറയാണ്. അതിൻ്റെ പൂ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക, പൂവായിട്ടില്ല. ഇതാണ് സൺറൈസ് ഗോൾഡൻ സൺഷൈൻ ആണ്. അതിൻ്റെയും മൾട്ടി കളറായിട്ട് പൂ ഉണ്ടാവണതാ. അത് ഇപ്പം അതായിട്ടില്ല. ഇത് മോണ്ട്യൂറിങ് ആണ്. അതിൻ്റെയും പൂ അതെല്ലാ കളറ് കൊഴിയണ പൂവാ. ഇത് ട്വിസ്റ്റർ, റെഡ് ട്വിസ്റ്റർ. ഇവരൊക്കെ കൊഴിച്ചിലേക്ക് കടന്നു തുടങ്ങിയിട്ടുള്ളതാണ്. തായ് ഡിലൈറ്റ് ഗ്രീൻ സിൽവർ ലീഫ്, അല്ലെങ്കിൽ ഇമ്പീരിയൽ തായ് ഡിലൈറ്റ് എന്നും പറയും. ഇത് ബീഗം സിക്കന്ദർ. അതൊരു വെള്ളയിലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നതാണ്. ഇത് മെറി പാമർ. ഇത് സൺസെറ്റ് പിങ്ക്. ഇത് മഷൂറിയാണ്. അതെല്ലാം പൂക്കളില്ല, അതുകൊണ്ട് അത് കാണാൻ. ഇത് തായ് ഡിലൈറ്റ് ഗ്രീൻ ലീഫ്. ഇനി ഇത് സാൽമൺ ഓറഞ്ച്. ആ ഇത് ഇതാണ്, എൻ്റെ പേര് റേഫിഷ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. ഇത് അഡാസ് ജോയ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. അതിൻ്റെ പൂക്കൾ ഈ കളറാണ്. അഡാസ് ജോയ്. ഇത് ബിഡാദരി ലിപ്സ്റ്റിക്ക്. അല്ല, ബിഡാദരി. ഇത് ബിഡാദരി ലിപ്സ്റ്റിക്ക്. ഇത് പിങ്ക് സ്ട്രൈപ്പ് എന്ന് പറഞ്ഞു. കിംപൂയിയുടെ ഫ്ലവർ ഉണ്ടായിരുന്നു, അത് കൊഴിഞ്ഞ് അടുത്തത് വരുന്നുള്ളൂ. ഇവരൊക്കെ പൂക്കൾ വന്നുകൊണ്ട്. ഇതൊരു സഫയർ എന്ന് പറഞ്ഞൊരു ന്യൂ വെറൈറ്റി തന്നെയാണ്. സഫയർ. ഇത് മാജിക് ഐസ്ക്രീം എന്ന് പറഞ്ഞൊരു ന്യൂ വെറൈറ്റിയാണ്. ഇത് പിങ്ക് അലോറ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് നേരത്തെ കണ്ടില്ലേ ടൈഗർ ഓറഞ്ച് കണ്ടില്ലേ, അതിൻ്റെ ടൈഗർ റെഡ് ആണ്. ടൈഗർ റെഡ് സ്നോ ഫ്ലേക്സ് എന്നും കൂടി ഉണ്ട്. സ്നോയുടെയും ടൈഗറിൻ്റെയും കൂടെ മിക്സ് ആണ് ഇതിൽ ലീഫ് പാറ്റേൺ വരിക. ഇത് സ്കൈ ലൈനും ഒരു പുതിയ വെറൈറ്റിയാണ്. ഇത് സാധാരണ കുറച്ച് നാളായിട്ടുള്ളത് തന്നെയാണ്. ട്രൈ കളർ വെരിഗേറ്റഡ്. ഇത് ബ്ലൂബെറി ഐസ് എന്ന് പറയുന്ന ഇത് സിംഗപ്പൂർ പിങ്ക്, ബേബി പിങ്ക് എന്നൊക്കെ പറയുന്ന വെറൈറ്റിയാണ്. ഇത് റോമ വെരിഗേറ്റഡ് ആയുള്ള പൂക്കളായിട്ടില്ല. ഇത് യെല്ലോ ഫാൻറ്റസി എന്ന് പറയണ്ട. ഇത് ബല്ലാക്ക എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത് പക്ഷെ പൂ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. ഫ്ലൈ ബൈറ്റ്സിൻ്റെ പൂക്കളാണ്. ഇത് SF മഹാറ മാർബിൾ എന്ന് പറഞ്ഞ പ്ലാന്റ്. SF മഹാറ മാർബിൾ. അത് മറ്റേ നമ്മൾ അവിടെ കണ്ടില്ലേ മിസ് വേൾഡ്, അതിൻ്റെ. അത് മജണ്ട വെരിഗേറ്റർ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് ലൈലാക്ക് എന്ന് പറഞ്ഞ ലൈലാക്ക് ഉണ്ട്. ഗോൾഡൻ ലൈലാക്ക് ഉണ്ട് കേട്ടോ, അത് വേറെയാണ്. ഇത് ലൈലാക്ക് എന്ന് പറഞ്ഞ. പിന്നെ ഇത് സൺസെറ്റ് ഓറഞ്ച് അല്ല, സൺസെറ്റ് അല്ല, ഓറഞ്ച് ഗ്ലോ. ഇത് പിങ്ക് ഗ്ലോ. ഇവിടെ ഇത്തിരി ഷെയ്ഡായതുകൊണ്ട് പൂക്കൾ കുറച്ച് കുറവാണ്. ഇത് ഇതാണ് പാർത്തിയല്ലേ, പാർത്ഥസാരഥി എന്ന് പറഞ്ഞ. ഇത് വിശാഖ എന്ന് പറഞ്ഞ ചെടിയാണ്. ഇതിലധികം ഇന്ത്യൻ ഒറിജിനാണ് അതിൽ വരുന്നത്. ഇതിനകത്ത് ബാർബാര ക്രാസ്ത മാത്രമാണ് ഫോറിൻ തോന്നുന്നു, അധികം ഇന്ത്യൻ. ഇത് മഹാറ റെഡ്, പിങ്ക്, യെല്ലോ,
ഓക്കെ. ചെറി ബ്ലോസം ഇപ്പോൾ കൊഴിഞ്ഞതാണ് കേട്ടോ, കൊഴിയാറായത്. അങ്ങനെ വേണ്ട. ഇതാണ് ബാർബാറ ക്രാസ്ത. ഓക്കെ. അത് US ഒറിജിനാന്നാണ് എൻ്റെ അറിവ്. പിന്നെയുള്ളവരധികവും നമ്മുടെ ഇന്ത്യൻ ഇതാണ്. ഇത് ഡോക്ടർ റാവു ആണ്. ഇതിൻ്റെ സ്ട്രോബെറി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി. അത് ഇത് സാക്കറീന എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് സിൽവർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പിന്നെ ഇത് ചിത്ര എന്നാണ് എൻ്റെ പേര്. ഇതിൽ ചിത്രയ്ക്ക് ഒരുപാട് വേരിയൻറ്റുകളുണ്ട്. ഇത് ശുഭ്ര, നല്ല വൈറ്റ് ആയിട്ട് കാണാം. അത് ഫുൾ വൈറ്റ് ആയിട്ടാണ്. ഇത് ഗ്രാഫ്റ്റുകൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വെയിലത്ത് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജാണ് ഇത് കാണുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നല്ല വെയിലിലേക്ക് പുറത്തേക്ക്. അതുപോലെ തന്നെ നമ്മളുടെ അവിടെ പ്ലാന്റുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ഡിലേക്ക് മാറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, നാച്ചുറലി നമുക്ക് ഷെയ്ഡ് ഉണ്ട്. ഇതിനായിട്ട് നമ്മൾ ഷെഡ് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പം ഈ ഇതിനകത്ത് നമുക്ക് സെമി ഷെയ്ഡിൽ വെക്കേണ്ട ചെടികൾ വെക്കാൻ അതെല്ലാം ഇവിടെ വെക്കും. അവിടെ വെക്കും. തെങ്ങിൻ്റെ ഷെയ്ഡ് നാച്ചുറൽ ഷെയ്ഡായിട്ട് കിട്ടും. അതെ. അപ്പോൾ നമുക്ക് പിന്നെ വെയിലിലേക്ക് വേണ്ടത് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് പോകും. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജ് കവർ ചെയ്യും. അതെ, എളുപ്പത്തിൽ കവർ ചെയ്യാം. അത് കഴിഞ്ഞാൽ അടുത്തതാണ് മെയിനായിട്ടുള്ള നമ്മളുടെ ഇതുകളിലേക്ക് വെക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഗ്രാഫ്റ്റുകൾ കവർ മാറി വെയിൽ പാർഷ്യൽ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്നതാണ്. ഇനി ഇവർ റെഡി ആയി കഴിയുമ്പോൾ ഇവിടുത്തെ തന്നെ സൺലൈറ്റിലേക്ക് അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇത് നമ്മളുടെ ഇത് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയുള്ള ചെടികളൊക്കെ ഞാൻ വെച്ചിരിക്കുന്നതാണ്. ഗ്രാഫ്റ്റ് ചെയ്തത് ചിലത് നമുക്ക് കിട്ടാതെ പോവും, ചിലതല്ല ഏറെയും കിട്ടാതെ പോവും. അപ്പം അങ്ങനെ പോകുന്ന ചെടികളിനെയൊക്കെ നമ്മൾ മാറ്റി അത് വീണ്ടും അതിനെ സേവ് ചെയ്യാൻ പറ്റുന്നത് സേവ് ചെയ്യും, അല്ലാത്തത് നമുക്ക് നഷ്ടപ്പെട്ട് തന്നെ പോകും. അപ്പോൾ ഇത് പോയാലും അതിൻ്റെ മെയിൻ സ്റ്റെമ്മ് ചിലപ്പോൾ അലൈവ് ആവും. അപ്പോൾ അവരെ നമ്മൾ വീണ്ടും ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. അടുത്ത വർഷം നമുക്ക് ബോൺസായികളൊന്ന് നല്ലപോലെ സെറ്റ് ചെയ്ത് നല്ല ഡിസൈൻഡ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൈമറി സ്റ്റേജാണ്. പോട്ടുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഞാനകത്ത് ബോൺസായികളെ സെറ്റ് ചെയ്ത് അവരൊന്നും കൂടെ നല്ല ഷേപ്പ് ആക്കി എടുക്കാൻ. മദർ പ്ലാന്റുകളുടെ ഒരു സെക്ഷനാണ്. ഇത് കഴിഞ്ഞാൽ നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ ഓൾഡ് വെറൈറ്റി എന്ന് പറഞ്ഞില്ലേ, അവരുടെ ഒരു ഏരിയ ആണിത്. ഇവരെല്ലാം മണ്ണിൽ വെച്ചാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ നിന്നാലൊന്നും വലിയ പ്രോബ്ലം ഉണ്ടാക്കാത്ത ചെടികളാണ്. വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കില്ല. മറ്റുള്ള ചെടികൾ കുറച്ച് സെൻസിറ്റീവ് ആണ്. അവരുടെ റൂട്ട് സിസ്റ്റം നമ്മളുടെ നാട്ടിലെ മഴയായിട്ടൊക്കെ അഡ്ജസ്റ്റായി സെറ്റായി വരുന്നുള്ളൂ. ഇവർക്ക് നാട്ടിലുണ്ടായവയല്ല, പക്ഷെ നാടുമായിട്ട് ബന്ധപ്പെട്ട് ആയിട്ട് കുറച്ച് നാളായിട്ട്. അതെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവര് കുറച്ചുകൂടി വാട്ടർ റെസിസ്റ്റിംഗ് ആണ്. ഇപ്പൊ ഈ മൊണോലിസയിൽ ഞാൻ 5-6 വെറൈറ്റി പരിചയപ്പെടുത്തി. യെല്ലോ, പിങ്ക്, റെഡ്, ഓറഞ്ച്, ബ്ലാക്ക്. ഇനി ഒരു പീച്ചാണുള്ളത്. അതിൽ പീച്ച് എൻ്റെ കയ്യിലില്ല. ഇപ്പം ഈ റെഡ് കോമൺ വെറൈറ്റിയിൽ വരും, കാരണം അത് കുറേ ആയിട്ട് നാട്ടിലുള്ളത്. അപ്പോൾ അതുപോലെ പിക്സി എന്നാണ് ഇതിൻ്റെ ഇൻ്റർനാഷണൽ ഐഡി എന്നാണ് എൻ്റെ അറിവ്. ജുവൽ 21 എന്ന് പറയുന്നില്ലേ, അതൊക്കെ നമ്മുടെ നാട്ടിലായിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ സിൽവർ റെഡ്, HB സിംഗ് ഇന്ത്യൻ ഒറിജിൻ തന്നെയാണത്. ചിത്ര നമ്മുടെ നാട്ടിൽ ഈസി ആയിട്ട് കുഴപ്പമില്ലാണ്ട് വരുന്ന ചെടിയാണ്. ഇത് ഡോക്ടർ റാവു, പിന്നെ കെലീസ, അവരൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നിലത്ത് വെച്ചാലും ഉണ്ടായി വരുന്ന. മറ്റുള്ള വെറൈറ്റികൾ ഞാൻ നിലത്ത് വെക്കാൻ അത്ര അധികം പ്രിഫർ ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ റൂട്ട് സിസ്റ്റം ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ വെരിഗേറ്റഡ് ആണ്, ജ്വലിൻ്റെ വെരിഗേറ്റഡ് ആണ്. അത് ഇതിൻ്റെ ഡയമണ്ട് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഡയമണ്ട് റെഡ് വെരിഗേറ്റഡ് ആണ്. ഓറഞ്ച് ഗ്ലോയും പിങ്ക് ഗ്ലോയും ഡയമണ്ട് റെഡും ഒരു അപ്പിയറൻസ് സിമിലറാ, പക്ഷെ വ്യത്യാസമുണ്ട്. ഡയമണ്ട് റെഡിൽ കുത്തുകൾ നിറയെ അങ്ങനെ ഈ ഒരു ഏരിയ മുഴുവൻ നമ്മളുടെ ഇതാണ്. ഇത് 7 ഇഞ്ച്, 10 ഇഞ്ച്, 12 ഇഞ്ച്, 16 ഇഞ്ച് അങ്ങനെ സൈസ് അനുസരിച്ച് പിറകിലേക്ക് പോകും.
ഇതിലധികവും മുന്നിട്ട് നിൽക്കുന്ന കളർ പിങ്ക് ആയിരിക്കും. ഇത് തിമ്മയുടെ പിങ്കാണ്. തിമ്മയുടെ പിങ്ക് ഞാൻ കോമൺ ആയിട്ട് പറയാം, അത് കുഴപ്പമില്ലാത്തതാ. പക്ഷെ തിമ്മയുടെ പീച്ചും റെഡും ഇതുപോലെ നോക്കിയാൽ കാര്യമില്ല. അവർ കുറച്ച് യെല്ലോയും അവർ കുറച്ച് സെൻസിറ്റീവാണ്, പിടിച്ച് കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇറങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടില്ല യെല്ലോയും റെഡും, ഒരുപാട് നാളായിട്ടില്ല എന്നുള്ളൂ കേട്ടോ. 1 വർഷത്തിനൊക്കെ മുകളിലായിട്ട്, എന്നാലും ഒരുപാട് നാളായിട്ടില്ല. അത്ര കോമൺ ആയിട്ടും കിട്ടി തുടങ്ങിയിട്ടില്ല. ഇതൊക്കെ ഫുള്ളും പ്ലാന്റ്സ് ആയിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഇവിടുന്ന് ഈ കാലി സ്ഥലം കാണുന്നത് ചെലവായി പോയതാണ്. നമ്മൾ വെക്കുന്ന ചെടികൾ ആളുകൾ വാങ്ങുമ്പോൾ തീരും. അത് നമ്മളുടെ കുറ്റമല്ല, ചെടിയുടെ കുറ്റമല്ല, വീഡിയോ ഇട്ടവരുടെ കുറ്റമല്ല. ആൾക്കാരെ ഇഷ്ടപ്പെടുന്നു, എടുത്ത്. അതെ. പിന്നെ ചോദിക്കുന്ന ആളുടെ കുറ്റാന്ന് ഞാൻ പറയണില്ല. പക്ഷെ ചോദിക്കുമ്പോൾ എന്താ അതൊന്നും ഇല്ലാതെ നിങ്ങൾ വീഡിയോ കൊടുക്കണേന്ന് ചോദിക്കാതിരുന്നാൽ മാത്രം. ആ വീഡിയോ എടുത്തു പോകുന്നവര് ഏതോ ഒരു ദിവസം എടുത്തു പോയി, നിങ്ങൾ കാണുന്നത് എത്രയോ ദിവസങ്ങൾക്ക് ശേഷം, അവർ അപ്ലോഡ് ചെയ്യുന്ന ദിവസങ്ങൾക്ക് ശേഷം, പിന്നെ എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അതിനുള്ളിൽ ആ ചെടി ചെലവായി പോവില്ലേ? അത് അത്രയേ ഉള്ളൂ. പരിഭവമായിട്ടില്ല, അവര് ദേഷ്യപ്പെടുന്നത് ഇല്ലാതിരിക്കാന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. കഴിയുന്നത് മാക്സിമം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുമല്ലോ. അതെ, നമ്മുടെ കയ്യിലുള്ള ചെടികൾ സെയിലിന് തന്നെ കൊടുക്കുന്നുണ്ട്. ഞാൻ ബോൺസായി മാത്രം എനിക്ക് കുറച്ചും കൂടി ഡിസൈനിങ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ കൊടുക്കാത്തതാ. ബാക്കി ചെടികളെല്ലാം നമ്മൾ വിൽക്കുന്നുണ്ട്. പിന്നെ മദർ പ്ലാന്റ്സ് ആയിട്ടുള്ളത് അങ്ങനെ കൊടുക്കുന്നില്ല. നമുക്ക് കഴിഞ്ഞ വർഷം ഞാൻ 1 മദർ പ്ലാന്റ് വീതം വെച്ചു. എന്നിട്ട് അത് ലാസ്റ്റ് ഈ വെള്ളത്തിൽ പോയപ്പോൾ എനിക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടായി. പിന്നെയും കളക്ട് ചെയ്യേണ്ടി വന്നു. കഴിഞ്ഞ വർഷം എൻ്റെ ആകുമ്പോഴത്തേക്കും ഞാനൊരു 300ഓളം വെറൈറ്റി ആയതാ. അത് കഴിഞ്ഞ് 450 വെറൈറ്റിയിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് മഴവെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായത്. അതിനകത്ത് കുറേ മദർ പ്ലാന്റുകൾ പോയി. അത് കഴിഞ്ഞ് പിന്നെ കളക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ വീണ്ടും ആ കളക്ഷനെ 350+ എത്തിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് വിഷമമുള്ള കാര്യമാണ്. പിന്നെ ചെടികളും എല്ലാത്തിൻ്റെ ആയുസ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. അപ്പം അത് അങ്ങനെയൊക്കെ സംഭവിക്കും. അത് ചെടികൾ നമ്മൾ നോക്കുമ്പോൾ എത്രയോ ചെടികളല്ല ഇതിന്. ഞാൻ ഈ ചെടികളുടെ ഒരു ലൈഫ് ആരംഭിക്കുന്നത് നാട്ടിൽ വന്നിട്ട് 2019 ഞാൻ നാട്ടിൽ വന്നത്. 19 വന്നിട്ട് എനിക്ക് ഒരു 350-ലധികം വെറൈറ്റി കടലാസ് പൂവല്ല, പല വെറൈറ്റി ചെടികളുണ്ടായിരുന്നു. അഡീനിയംസ് ഉണ്ടായിരുന്നു. അഡീനിയംസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അഡീനിയം, ആന്തൂറിയം, ഓർക്കിഡ് എനിക്ക് തീരെ സെറ്റ് ആവാത്തൊരു ചെടിയാണ്. ഓർക്കിഡ് എന്താണെന്നറിയില്ല, എനിക്ക് അത് അങ്ങോട്ട് എൻ്റെ ലൈഫ് സ്റ്റൈലായിട്ട് അത് ഒട്ടും മാച്ച് ആവുന്നില്ല. അതുപോലെ സക്കുലൻസ്, പിന്നെ കുറേ പൂച്ചെടികൾ, ഒത്തിരി പൂച്ചെടികളുണ്ടായിരുന്നു. ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടാണ് ഞാൻ ലാസ്റ്റ് സർവൈവ് ചെയ്യുന്ന ചെടീനെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഗാർഡൻ ചെയ്തത്. ഇത് ആരുടെ ലൈഫ് സ്റ്റൈലിനോടും അത് അങ്ങോട്ട് മാച്ചായി പൊക്കോളും. കാരണം ഒരുപാട് അങ്ങനെ കെയർ വേണം. ഡെയിലി ചെന്നില്ല വെച്ചാൽ ഒരു അത്ര വലിയ പരിഭവക്കാരല്ല ഞാൻ. പിന്നെ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ചെടിയിലും എന്തെങ്കിലും കേടുപാടുകളുണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമല്ലേ. അതുകൊണ്ട് ഒരു വലിയ കുഴപ്പക്കാരല്ല. പക്ഷെ തീരെ ശ്രദ്ധിക്കാതെ വിടാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഈ കടലാസ് പൂവിൽ എത്തിപ്പെട്ടു എന്നേ ഉള്ളൂ. ചെടികളെ നോക്കുന്നത് ഒരു രസമുള്ളൊരു പരിപാടിയാണ്. നമുക്ക് ഒത്തിരി റിലാക്സിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതെ, സാധാരണഗതിയിൽ ആരും ഉണ്ടാവില്ല. അത് ആസ്വദിക്കുകയെങ്കിലും ചെയ്യാതെ, നോക്കാൻ ഇഷ്ടമല്ലെങ്കിൽ തന്നെയും ആസ്വദിക്കുകയെങ്കിലും ചെയ്യാത്ത ആരും ഉണ്ടാവുന്ന എനിക്ക് തോന്നിയില്ല. ഇതൊക്കെ ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ ഈ റൂട്ട് ഗ്രാഫ്റ്റുകൾ സെറ്റായിട്ട് ആവണുള്ളൂ. ഫ്ലവർ ചെയ്തിട്ടില്ല, സെറ്റായി വന്നിട്ടേ ഉള്ളൂ. ജസ്റ്റ് പിടിച്ചു, അവർ പുറത്തിറങ്ങണുള്ളൂ. ഈ ഷെഡിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇപ്പം ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തുന്നേ ഉള്ളൂ. ഒന്നും കൂടെ സെറ്റ് ആവാനുണ്ട്. ഇത് ഗെയ്ഷ എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെയാണ്. ഇത് സഫയർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഫ്ലവർ ഇട്ട് വന്നാലേ അറിയുള്ളൂ സഫയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് മറ്റേ കോപ്പി ഇതില്ലേ സ്പെക്ട്രം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബ്രസ റെഡിൻ്റെ ഒരു
സാധ്യതയുണ്ട് ഇതിന്, അറിയില്ല. ഏതായാലും ഇതെല്ലാം ഫ്ലേവറായി വന്നാലേ അറിയാൻ അതെ, പറ്റും. ഫ്ലവറായി വന്നിട്ട് അറിയുള്ളൂ. നമ്മൾ റീപോർട്ടിങ്ങിനെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു പ്ലാന്റിന് 2 ദിവസം വെള്ളം കൊടുക്കാതെ വെക്കണം. ഇത് ഇന്നലെ നനച്ച പ്ലാന്റാണ്, നമ്മൾ ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നനച്ചിട്ടുണ്ടെങ്കിലും ഇവർ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഇവർക്ക് പരിചയമുണ്ട്. അപ്പോൾ അവരത് ശരിക്കും തന്നെ ചെയ്തു തരും. അത് റീപോർട്ടിങ് ചെയ്യുന്നത് കാണിക്കാം. നമ്മളിങ്ങനെ നനയ്ക്കാതെ വെച്ച ചെടിയാണെങ്കിൽ ഒട്ടും തന്നെ മണ്ണ് അടർന്നു പോവാതെ നമുക്ക് കിട്ടും. ഇതാവുമ്പോൾ കുറച്ച് മണ്ണ് അടർന്നു പോകും നനഞ്ഞ ചെടിയാവുമ്പോൾ. അതെ, ഓക്കെ. നനയ്ക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണൊന്നും അടർന്നു പോകാതെ വരും. അതിനകത്ത് കുറച്ച് മണ്ണ് വെച്ചിട്ട് നമ്മൾ ഈ ചെടി അതിലേക്ക് വെച്ച് കൊടുക്കും. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാണ്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ വളക്കൂട്ടൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് മണ്ണ് റെഡിയാക്കി വെക്കുന്നത്. അതെ അതെ, അത് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു വെക്കും. അപ്പോൾ നമുക്ക് സീസണിൽ വരുന്ന റീപോർട്ടിങ്ങും പോട്ടിങ്ങും എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അതാത് സമയങ്ങളിൽ നമ്മൾ ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. മണ്ണ് നമുക്ക് വാങ്ങിക്കണം, ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് മൊത്തത്തിൽ മണ്ണ് വാങ്ങി അതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് JCB കൊണ്ട് മിക്സ് ചെയ്ത് അത് ഇങ്ങനെ കൂനയാക്കിയിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മണ്ണെടുത്ത് ഇത് വളരെ ഈസിയാണ്. നമ്മൾ കുത്തി ഇളക്കി ചെടി പുറത്തെടുക്കരുത്. ഇനി വലിയ ചട്ടിയിൽ നിന്ന് മാറ്റണം, നമുക്ക് ഇതാക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് അതിലെ മണ്ണ് കളയാം. ഓസോണ്ട് മോട്ടർ ഓൺ ചെയ്ത് ഓസോണ്ട് വെള്ളം ഒഴിച്ച് ആ മണ്ണ് കളഞ്ഞ് ആ ചെടീനെ പുറത്തെടുക്കുക. അല്ലാതെ കുത്തി ഇളക്കി എടുക്കുമ്പോൾ അതിന്റെ വേരുകൾ കേടുവരും, പൊടിഞ്ഞു പോകും. അപ്പൊ പിന്നെ ഒരു വീണ്ടും ആ വിചാരിച്ച ഗ്രോത്ത് കിട്ടാൻ കൂടുതൽ സമയം എടുക്കും. ഇതാവുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നനഞ്ഞ മണ്ണാണെങ്കിൽ പോലും ഇവര് എക്സ്പേർട്സ് ആയതുകൊണ്ട് അവർക്ക് അത് വലിയ കുഴപ്പമില്ലാതെ കിട്ടും. നമ്മൾ ചെയ്യുമ്പോൾ 2 ദിവസം വെള്ളം കൊടുക്കാതെ വെക്കാം. 2 ദിവസം വെള്ളം കൊടുക്കാതെ വെക്കുമ്പോൾ ആ മണ്ണും വേരും കൂടെ കട്ടയാവും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ ആർക്കും അത് ചെയ്യാം. എത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ചെടി വിരലിൽ വെച്ച് ചട്ടി കമഴ്ത്തി കഴിഞ്ഞാൽ ആ മണ്ണും വേരും കൂടെ നമ്മുടെ കയ്യിലേക്ക് പോരും. എന്നിട്ട് അതിന്റെ മുകൾ ഭാഗവും കീഴ്ഭാഗവും ഒന്ന് വെട്ടിക്കളയും. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകൾ ഭാഗത്തെ മണ്ണിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമ്മൾ വളവും മറ്റു കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ. കീഴ്ഭാഗത്ത് എപ്പോഴും നമ്മൾ എത്ര തന്നെ വെള്ളം വാർന്നു പോയാലും ഒരു ഈർപ്പം നിൽക്കും. ആ നിൽക്കുമ്പോൾ അതിനകത്ത് ഫംഗൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മൾ റീപോർട്ടിങ് ചെയ്യുമ്പോൾ സഡൻലി പ്ലാന്റിനൊരു എന്താ പറയുക വാട്ടം പോലെയല്ലേ ഉണ്ടാവുക. ആ സമയത്ത് ഫംഗസ് ഉണ്ട് എങ്കിൽ അത് കയറി പിടിക്കും പെട്ടെന്ന്. അപ്പോൾ ആ പിറകിലെ മണ്ണ് തീർച്ചയായിട്ടും കളയണം. അപ്പോൾ എന്താ വെച്ചാൽ അതിൽ ചീത്ത ഉണങ്ങിയ വേരുകൾ ഉണ്ടെങ്കിലും അതിൽ ഫംഗൽ ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവും. അപ്പം മിഡിൽ ഭാഗത്തെ മണ്ണിന് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. അത് അടുത്ത പോട്ടിലേക്ക് വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്നിട്ട് ഷെയ്ഡിൽ വെച്ചിട്ട് ഒരു നാച്ചുറൽ ഷെയ്ഡാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഷെഡിനകത്തല്ല, ഷെഡിനകത്ത് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ പ്രൊപ്പഗേഷൻ്റെ ഒരു സ്റ്റേജിൽ, അത് ഞാൻ കാണിക്കാം. ഇത് 3rd സ്റ്റേജിലേക്ക് എത്തി. സെക്കൻഡ് സ്റ്റേജാണ് ആ സൈഡിൽ നമ്മൾ കണ്ടത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുഴിച്ചു വെക്കുന്നതാണ്. അത് ഇപ്പോൾ ഇങ്ങനെ ചെടികൾ നമ്മൾ സ്റ്റെമ്മൊക്കെ ആണെങ്കിൽ കുഴിച്ചു വെക്കും. അപ്പം അതിനകത്ത് കുറേയും ഇതിപ്പോൾ അത് കരിഞ്ഞു പോയ ശേഷം ഇത് പൊടിക്കില്ല. പൊടിപ്പ് വരുന്നത് ഇപ്പോൾ ഇത്രയും കുത്തിയിട്ടതിൽ ഒരെണ്ണത്തിനാണ് പൊടിപ്പ് വന്നത്. അപ്പം ആ ഒരു റേഷ്യോ നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്ടു, അത് കിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതാ ഇതിപ്പോൾ റൂട്ടിലുള്ള ഒരു ഗ്രാഫ്റ്റാണ്. റൂട്ടുമേ കഴിഞ്ഞ ആഴ്ച ചെയ്തൊരു ഗ്രാഫ്റ്റാണ്. ഇതൊക്കെ റൂട്ട് ഗ്രാഫ്റ്റുകളാണ്. ഇങ്ങനെ കവറിട്ട് വെക്കണം അല്ലേ? കവറ് ശരിക്കും ഓരോന്നുമ്മ കെട്ടുക ചെയ്യാം. ഞാൻ ഓരോന്നുമ്മ അങ്ങനെ കെട്ടാറില്ല, കോമൺ ആയിട്ട് ഇപ്പൊ ഇതുപോലെ കെട്ടി വെക്കാറേ പതിവ്. ചട്ടി മൊത്തത്തിൽ ഇങ്ങനെ കെട്ടി. ഇത് വീണ്ടും ഒരു റൂട്ട് ഗ്രാഫ്റ്റ് ആണ് കേട്ടാ. അതെ, ഇതുണ്ടായി വരുമ്പോൾ ഹെവി ആയിരിക്കും അല്ലേ? മൾട്ടി ഗ്രാഫ്റ്റ് ആണ് അല്ല അല്ല, സെയിം പ്ലാന്റിന്റെ സെയിം ഇത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിൽ 2 എണ്ണം പിടിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രാഫ്റ്റ് വെച്ചാൽ എല്ലാം പിടിക്കുമെന്ന് വിചാരിക്കരുത്. 2 എണ്ണത്തിൽ പിടിച്ചിട്ടില്ല, ബാക്കിയുള്ള 2 എണ്ണം പിടിച്ചിട്ടുണ്ട്. ആ പിടിച്ചത് നല്ലപോലെ ഗ്രോത്ത് ആയിട്ടുണ്ട്. അപ്പൊ ഈ പിടിച്ച ഒരു ഭാഗം നല്ലപോലെ. നമ്മൾ ഈ റൂട്ട് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നിലധികം ചെയ്യണം. അങ്ങനെയില്ല, ഒന്ന് ചെയ്തിട്ട് പിടിച്ചില്ലെങ്കിൽ നമുക്ക് ഈ റൂട്ട് അപ്പോഴും കേടാവില്ല. റൂട്ട് അപ്പോൾ ഡെവലപ്പ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആ ഭാഗം മുഴുവൻ മുറിച്ച് കളഞ്ഞ് അടുത്തത്, ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യം ഈ റൂട്ടിൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. 3ാമത്തെയാണ് എനിക്ക് പിടിച്ച് കിട്ടിയത്. ഇതിപ്പോ ഇതൊരു റൂട്ട് ഗ്രാഫ്റ്റ് ആണ്. ഈ റൂട്ടിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പോയി. ഇതൊരു റൂട്ട് ഗ്രാഫ്റ്റാ. ഇത് വന്നുകൊണ്ടിരിക്കുന്നു.
ഇത് പിടിച്ചു കഴിഞ്ഞതാ. ഇത് കുഞ്ഞൊരു റൂട്ടാണ്, പക്ഷെ അത് പിടിച്ചിട്ടുണ്ട്. അത് എല്ലാം പിടിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഒരുവിധം പിടിച്ച് കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ ഇത് സാധാരണ സ്റ്റെമ്മിൽ ചെയ്തിട്ടുള്ള പ്ലാന്റുമ ചെയ്തിട്ടുള്ള ഗ്രാഫ്റ്റുകളാണ്. അപ്പോൾ ഇത് പിടിച്ചിട്ടില്ല, പിടിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഭയങ്കര ഗ്രോത്ത് കാണിക്കണില്ല. അതേസമയം പിടിച്ചത് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ അവരെ നമ്മുടെ എൻവയോൺമെൻറ്റിലേക്ക് എടുത്തിടാൻ പറ്റില്ല. അവനെ നമ്മൾ കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം ഇടാൻ. അപ്പോൾ ഇത് ഇത്രയൊക്കെ ആയാലും നമ്മളൊരു കവറിങ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കവറിങ് കൊടുക്കും. ഇനി അത് നല്ലപോലെ ഇപ്പോൾ ഇത് എനിക്ക് വേണമെങ്കിൽ മാറ്റാം, ഈ റൂട്ട് ഗ്രാഫ്റ്റ് വേണമെങ്കിൽ ഇത് എടുക്കാം, മാറ്റാറായത്. അത് നല്ലപോലെ പിടിച്ച് കഴിഞ്ഞതാ. എന്നാലും ഞാനൊരു ചെറിയൊരു ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടേക്ക് വരല് കുറവ്. ഇപ്പോൾ ഇതൊക്കെ നന്നായി പിടിച്ചതാ. അതാ ഇത് ഈ റൂട്ടിൽ വെച്ചത് പിടിച്ചിട്ടില്ല, അത് ഫെയിലിയർ. ഇനി ആ റൂട്ടിൽ നമുക്ക് വേറെ ചെയ്യാം. ഈ റൂട്ടിൽ നമുക്ക് മൾട്ടിഗ്രാഫ്റ്റ് പോസിബിൾ ആണോ? പോസിബിൾ ആണ്. മാഡം ചെയ്യുന്നുണ്ടോ? ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് കൂടുതലേ ഞാൻ വിചാരിച്ചു ഈ എല്ലാ 350 വെറൈറ്റിയുടെ ഓരോ റൂട്ട് ഗ്രാഫ്റ്റ് ഉണ്ടാക്കാം. അപ്പൊ നമുക്കത് എക്സിബിറ്റ് ചെയ്യാൻ എളുപ്പമാണ്, സ്പേസ് വേണ്ട. എനിക്കിപ്പോ അവിടെ പറ്റിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ചെടിയും അവിടെ എക്സിബിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, വലിയ ചെടികളുണ്ടല്ലോ, വലിയ പോട്ടിലിരിക്കുന്നത് പറ്റില്ല. അപ്പൊ ഇത് 350 റൂട്ട് ഗ്രാഫ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ചെറിയ സ്പേസ്, ഇത്ര സ്പേസ് ഉണ്ടായാൽ എല്ലാ പ്ലാന്റിനെയും എക്സിബിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ അടുത്ത വർഷം അങ്ങനെ ഒരു ആശയത്തിന്റെ പുറത്താണ് ഞാൻ ഇത്ര റൂട്ട് ഗ്രാഫ്റ്റുകൾ ചെയ്തോണ്ടിരിക്കുന്നത്. ചിലതൊക്കെ റിപ്പീറ്റഡ് വരുന്നുണ്ട്, എന്നാലും അധികം ഇത് വരുന്നത്. ഇപ്പൊ ഗ്രാഫ്റ്റ് പിടിച്ചതാണ്, സ്റ്റെം പ്ലാന്റിൽ വന്നിട്ടുള്ള. ഇത് പിടിച്ച ഗ്രാഫ്റ്റാണ്, ഇത് പിടിച്ചതാണ്. അതുകൊണ്ട് എല്ലാ ഇതും നമുക്ക് സക്സസ് ആവില്ല, പക്ഷെ കുറച്ചുകൂടെ നമുക്ക് പുതിയ വെറൈറ്റികളൊക്കെ ഈസി ആയിട്ട് കിട്ടുക. അതായത് അതിന്റെ മദർ പ്ലാന്റ് തന്നെ ചെറുതാണ് നമ്മുടെ കയ്യിൽ. അപ്പൊ നമുക്ക് അതിന്റെ പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്താലേ കിട്ടുള്ളൂ. അല്ലാതെ അതിന് റൂട്ട് ചെയ്ത ഒരു സ്റ്റെം എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണ്. ഇതിൽ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഒന്ന് ഈ സ്റ്റെമ്മും കൂടെ ജോയിന്റ് കൊടുക്കാനായിട്ട് ഇവിടെ ഒന്ന് ചെയ്തിട്ടുണ്ട്, ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അറിയില്ല എത്രത്തോളം ഡെവലപ്പ് ആയി എന്നുള്ളത് അറിയില്ല. അതെ, സത്യത്തിൽ ഇത് എൻ്റെ ഒരു ഹോബിയാണ്. അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു ഏരിയയാണ് ഇത്. സെയിൽ ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഉള്ള കാര്യമല്ല, ഇമ്പോർട്ടന്റും അല്ല. ഞാൻ അതിനകത്തേക്ക് അത്ര കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളല്ല. അത് പുള്ളിക്ക് പറ്റുന്ന കാര്യമാണ്. പുള്ളി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പൈസ ഇറക്കുന്നത് പുള്ളിയായതുകൊണ്ട് പൈസയുടെ കാര്യം പുള്ളിക്കറിയാം. എൻ്റെ കാര്യം ഇത് ഗ്രാഫ്റ്റ് ചെയ്യുക, ചെടികൾ പുതിയത് ഉണ്ടാക്കുക, അങ്ങനത്തെ. അതെ, അത് ഞാൻ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് പിടിച്ചു കഴിഞ്ഞതാ. പക്ഷെ ഇതിപ്പോ തന്നെ ഞാനിങ്ങനെ തുറന്നിടില്ല, കാരണം കുറച്ച് അതിനൊരു മോയ്സ്ചർ കിട്ടാനായിട്ട് ഒരു കുറച്ച് ദിവസം കൂടെ ഞാൻ അതിനെ ഇങ്ങനെ തന്നെ വെച്ചു കൊടുക്കും. വെറുതെ അങ്ങനെ ഇട്ടാലും മതി. ഈ രണ്ടും ഒന്നും അത്രയും കൂടെ നല്ല ഗ്രോത്ത് ആയിട്ടില്ല. അതുപോലെ ഇത് നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്. അതേസമയം ഇത് പിടിച്ചിട്ടില്ല. ഇത് പിടിക്കുന്നതാണ് തോന്നുന്നത്, ഉറപ്പില്ല. ഇത് പിടിച്ചിട്ടുള്ളതാ, പക്ഷെ എന്നാലും ഞാൻ ഇതിപ്പോൾ തുറക്കണില്ല. അതുപോലെ തന്നെ ഇത് പിടിച്ചിട്ടുണ്ട്, ഇത് പിടിച്ചിട്ടില്ല. അതേസമയം അത് രണ്ടും പിടിച്ചിട്ടുണ്ട്. ഇത് പിടിച്ചിട്ടുണ്ട് ഇതില്. അങ്ങനെ എല്ലാം നമ്മൾ വെച്ചതെല്ലാം ഒന്നും സക്സസ് ആവാറില്ല. സക്സസ് ആവണമെന്നില്ല, ആവാറില്ല. പിന്നെ സക്സസ് ആയതൊക്കെ നല്ല ചെടികളായിട്ട് നമുക്ക് കിട്ടും. മെയിനായിട്ട് ഞാൻ റൂട്ട് ഗ്രാഫ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തതിൻ്റെ കാരണം ഇതാണ്. എനിക്ക് ചെറിയൊരു ഏരിയയിൽ തന്നെ ഈ എല്ലാ ചെടീനെയും ഒരുമിച്ച് കാണാനായിട്ട് പറ്റും. അപ്പം നമുക്ക് അതൊരു രസമല്ലേ. പിന്നെ അങ്ങനെ റൂട്ട് ഗ്രാഫ്റ്റ് മാത്രം ചെയ്യുന്ന ആളുകൾ ചെയ്തങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇത്ര ദിവസം കേട്ടിട്ടില്ല. മേ ബി എന്നെ പോലെ ചിന്തിക്കുന്ന ആളുകൾ വേറെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരതൊക്കെ ചെയ്ത് ശരിയാക്കും. ഇതൊക്കെയും ചെടിയിൽ ചെയ്ത ഗ്രാഫ്റ്റുകളാണ്. സുധി.
സുധി സുധി സ്ഥലം താമരയൂര് ഗുരുവായൂർ. ഒരു 6 കിലോമീറ്റർ. അതെ, കുഴപ്പമില്ല. നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പിന്നെ അഫോർഡബിൾ ആണ് റേറ്റ്. അഫോർഡബിൾ ആണ്. ഇല്ല, ഇവിടെ അടുത്തൊന്നും ഇല്ല. അതുകൊണ്ടാണ് കണ്ടത്. ഞാനൊരു റീല് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അഫോർഡബിൾ ആണ് റേറ്റ്. കുഴപ്പമൊന്നുമില്ല. എല്ലാവരും നല്ല ആക്റ്റീവാണ്. കാര്യങ്ങളൊക്കെ നന്നായി പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം ആ ചേച്ചി പറഞ്ഞു തന്നായിരുന്നു. അതെ, ഞാൻ ഓൾറെഡി ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും പോയി ഇതേപോലെ ഇങ്ങനെ കുറേശ്ശെ പിക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കളക്ട് ചെയ്യുന്നുണ്ട്. അല്ല, ബാക്കിയും ചെടികളുണ്ട്. അപ്പൊ ഇതിനോട് ചെറിയൊരു ക്രേസ് തോന്നിയപ്പോ അങ്ങനെ വന്നതാണ്. വാങ്ങിയിട്ടുണ്ട്. താങ്ക് യു. ഞങ്ങൾ ഇതിന് ഉപയോഗിക്കുന്ന വളം ജൈവവളമാണ്. ഇതിലൊരു 4 ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ജൈവവളമാണ്. പൊട്ടാഷ്യം ധാരാളം അടങ്ങിയിട്ടുള്ള വളമാണ്. ഇത് ഞങ്ങളുടെ തന്നെ ഓൺ പ്രൊഡക്റ്റാണ്. ഇതാണ് ഞങ്ങൾ ഈ തോട്ടത്തിൽ മുഴുവനായിട്ടും എല്ലാ ചെടികൾക്കും ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ധാരാളം പൂവുണ്ടാകുന്നത് ഞങ്ങൾക്ക് വളരെ സ്പഷ്ടമായിട്ടുള്ള അനുഭവമുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇത്രയും കാര്യമായിട്ട് ഈ വളത്തിനെ കുറിച്ച് പറയാൻ കാരണം. ഇല്ല, പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് ഈ നഴ്സറികളിൽ രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ പൂ നിൽക്കുന്നതാണ്. രാസവളങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്. DAP, NPK ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ. പക്ഷേ ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഒരു സാധനത്തിന് അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ, മനുഷ്യർ ഒരു സാധനത്തിന് അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രാവശ്യം അത് തന്നെ അവന് കിട്ടണം, എന്നാൽ മാത്രമേ പൂ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതിനേക്കാൾ ഡോസ് കൂടുതൽ കിട്ടണം. അപ്പം നമ്മൾ അതുപോലെ തന്നെയാണ് എല്ലാ ജീവജാലകങ്ങൾക്കും. അതുകൊണ്ട് ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ DAP, NPK ഈ തോട്ടത്തിൽ ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഞങ്ങൾ കൂടി വന്നാൽ ഇതിൻ്റെ കൂടെ ഇടുന്നത് ഫാക്ടംബോസ് 20-20 അതുകൂടി ഇതിനോടൊപ്പം ഞങ്ങൾ മിക്സ് ചെയ്തിടാറുണ്ട്. അതൊരു 10 മണിയായിട്ട് ഞങ്ങൾ ഓരോ ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് പ്രായത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കും. അതല്ലാതെ വേറൊരു തരത്തിലുള്ള കെമിക്കലോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് വളമോ ഞങ്ങൾ വേറെ ഒന്നും, ഫാക്ടംബോസ് 20-20 അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ ഇടാറില്ല. അതെ, മാഡം പറയുണ്ടായി നമ്മളിപ്പോൾ ഈ DAP പോലുള്ള വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊണ്ടുപോകുന്ന കസ്റ്റമേഴ്സിന് അത് അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അവർ ജൈവവളങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത്. അല്ല, അത് അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതല്ല. DAP, NPK എല്ലായിടത്തും കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്. അതിലുപരി എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോകുന്ന കസ്റ്റമറിന് അറിയില്ല ഇത് DAP, NPK ഇട്ടിട്ടാണ് ഇത്രയും പൂക്കൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ആ പല നഴ്സറികളിലും പല ആൾക്കാരും പല രീതിയിലാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു സാധനം, ഇപ്പോൾ ഞാൻ DAP, NPK ഇട്ടിട്ടുള്ള ചെടി നന്നായി പൂവുണ്ടാക്കി കൊല കുത്തി ഉണ്ടാക്കി കൊണ്ടുപോകുന്ന സാധനം അവരോട് കൊണ്ടുപോയി കഴിഞ്ഞാൽ സാധാരണ വേറൊരാൾ ജൈവവളം ഇടുന്നത് പോലെ കോഴിക്കാഷ്ടോ എല്ലുപൊടിയോ വേപ്പണ്ണാക്കോ അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടോ കാടക്കാഷ്ടോ ഈവൻ ചാണകം പോലും ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊന്നും ഇട്ട് കഴിഞ്ഞാൽ DAP, NPK ഇട്ടതിൻ്റെ മുകളിൽ ഇതിട്ടിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പൂവുണ്ടാവാത്തത്. ഈ DAP, NPK ഇട്ടിട്ട് പരിചയിച്ചിട്ടുള്ള ഒരു ചെടി അടുത്ത കൊല്ലം ആകുമ്പോൾ ഇവന് ഈ സാധനം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഡോസുള്ള സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ചെടി ശുഷ്കിച്ച് നിൽക്കുള്ളൂ. പിന്നെ എല്ലാ കൊല്ലവും നമ്മൾ DAP ഇക്കൊല്ലം ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം നമ്മൾ നിർബന്ധമായും മണ്ണ് മാറ്റേണ്ടി വരും. ഇല്ലെങ്കിൽ ചെടി വളരില്ല. ചെടി ഇങ്ങനെ ശുഷ്കിച്ച് നിൽക്കുള്ളൂ. ഈ നമ്മളിപ്പോൾ അതിലുള്ള വളങ്ങൾ, അതായത് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് തന്നെ, ഇവിടുത്തെ ചെടികളെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് തന്നെ ജൈവവളങ്ങൾ കൊടുത്തിട്ടാണ്. ജൈവവളമാണ്. അതുകൊണ്ട് ആ ട്രെയിനിങ്ങിൽ തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുവച്ചാലും ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഭൂരിഭാഗം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതാണ്, നല്ല ചെടികളാണ്, നല്ല സ്ട്രെങ്ത് ചെടികളാണ്. ഞങ്ങൾക്ക് ഇക്കൊല്ലവും നന്നായി പൂവുണ്ടായി. പല കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് പിന്നെ വാങ്ങിച്ചു പോയിട്ടുണ്ട്. പല കസ്റ്റമേഴ്സ് ഞങ്ങൾ ഫോണിൽ വിളിച്ച് ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണത്. ഞങ്ങൾ DAP, NPK ഇതിൽ ഉപയോഗിക്കാറില്ല, ഇന്നുവരെ ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ചെടികൾ നഷ്ടം വന്നിട്ടുള്ളത് കൊണ്ടാണ്, ആ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞങ്ങൾ ഇത്രയും വിവരിക്കാൻ കാരണം. ഓക്കെ, നമുക്കിപ്പോൾ ഈ ജൈവവളങ്ങളായിരുന്നാലും കസ്റ്റമേഴ്സിന് കൊടുക്കാനുണ്ടാവും. ഞങ്ങളുടെ ഓൺ പ്രൊഡക്റ്റാണ്. ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാനുണ്ടാവും. ഇപ്പോൾ അത് ആവശ്യക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് കൊറിയർ ചെയ്യും. വളം മാത്രം, ചെടികളില്ല, വളം മാത്രം. ചെടികൾ ചെയ്യാത്ത എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കാറ്റലോഗ് പ്രകാരമാണ് ഇവർക്ക് അയച്ചു കൊടുക്കുന്നത്. നമ്മൾ കസ്റ്റമറിന് കാറ്റലോഗ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ കാറ്റലോഗ് സെലക്ട് ചെയ്തിട്ട് അവർ ഇന്ന ചെടികൾ വേണമെന്ന് പറയും. അപ്പോൾ അതിലെ പല ചെടികളും പല വിലയുടെയാണ്. അപ്പൊ എല്ലാവരും ധാരണ 50 രൂപയുടെ 100 രൂപയുടെ ധാരണയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. നമ്മളിത് വ്യക്തമായ പ്രൈസ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ഈ ചെടി വേണ്ട, ആ ചെടി വേണ്ട, ഈ ചെടി വേണ്ട എന്നൊക്കെ എല്ലാം പറഞ്ഞ് അവർ സെലക്റ്റീവായിട്ട് ഒരു 2-3 ചെടി സെലക്ട് ചെയ്യും. ഈ സെലക്ട് ചെയ്ത് നമ്മളൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ അയ്യോ ഞാൻ ഉദ്ദേശിച്ചത് ഈ ചെടിയല്ല, ഞാൻ ഉദ്ദേശിച്ച പൂ ഇതിങ്ങനെയല്ല, ഞാൻ ഇതിൻ്റെ വലിപ്പം ഇത്രയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ സാറ്റിസ്ഫൈഡ് ആവാറില്ല.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പരമാവധി പ്രൊമോട്ട് ചെയ്യാത്തത് ഈ ഓൺലൈൻ സർവീസ്. അപ്പോൾ കസ്റ്റമർ നേരിട്ട് വന്ന് ചെടി സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഞങ്ങൾ കൊറിയർ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതുമല്ലെങ്കിൽ ഏതെങ്കിലും പെറ്റ്സ് വണ്ടി, ഇവിടുന്ന് ഇഷ്ടംപോലെ പെറ്റ്സ് വണ്ടി പോകുന്നുണ്ട്, ആ വണ്ടിയിൽ ഞങ്ങൾ കയറ്റി കൊടുക്കും. അത് കസ്റ്റമറുടെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ മാത്രം, ഞങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റിട്ടില്ല.